ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈവ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് നമുക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ ഉണ്ട്, നോക്കണം. ഞാൻ നോക്കാറുണ്ട്, ഞാനിപ്പോൾ ലൈവ് ഓൺ ആക്കിയിടുന്നു, ഇറങ്ങുന്നുണ്ടല്ലോ ചുമ്മാ ജസ്റ്റ് കേസ്. സോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ചില്ലായിട്ട് പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒരു ഹായ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ചില്ലായിട്ടിരിക്കാം. അതുവരെ ആരുമില്ലെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ ബോറടിച്ചിരിക്കും. സോറി ഗൈസ്. സോ മാൻ്റെ പിള്ളേരെന്ന് ഡിമിട്രിസ് ആണ് ഇന്നത്തെ റൂമും. എൻ്റെ കുട്ടി ആരുമില്ല, ഞാൻ മാത്രമാണുള്ളത്. ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് നമുക്ക് കണ്ടറിയാം. എക്സ്റ്റിയുടെ പിള്ളേരോട് വന്നിട്ടുണ്ട്. സോ എക്സ്റ്റിയുടെ പിള്ളേരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടീറ്റോടെ പിള്ളേർസ് ഉണ്ട്. നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേരുണ്ട്, എട്ടിസിയുടെ പിള്ളേരുണ്ട്. BLSൻ്റെ ടീം റിച്ച് നോ ഒറ്റയ്ക്കാണ്. അത് പുള്ളി ഒറ്റയ്ക്ക് ഇന്നലെ അത് ഒറ്റയ്ക്ക്. പക്ഷേ അവസാനം ലാസ്റ്റ് സോൺ വരെ മച്ചാൻ പോയി സമ്മതിക്കുന്നതിന്. പിന്നെ നമ്മുടെ മണി ഹേസ്റ്റ് ഗ്യാങ് എത്തിയിട്ടുണ്ട്. റിയോട്ടൊക്കെ ബെർലിൻ മാത്രമാണുള്ളത്. പിന്നെ പ്രൊഫസർ എത്തി, അങ്ങനെ രാജാവ് എത്തിയിട്ടുണ്ട്. രാജാവ് വന്നിരിക്കുന്നു. അതിൽ പിന്നെ ഡുണ്ണി, PVR, സെൻപായ്, DMC, റോഗൻ, മൈറ്റ് അനുരാഗ് അവിടെ മുകളിലാണ്. മൈറ്റിൻ്റെ ഉള്ളിലെല്ലാം താഴെയുള്ളപ്പോൾ മൈറ്റ് അനുരാഗ് മാത്രം മുകളിൽ പോയി നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. സോ KL23 ബാഡ് ബോയ്, അത് KMC പിള്ളേരാണെന്ന് തോന്നുന്നത്. അത് KMC സ്ക്വാഡാണെന്ന് തോന്നുന്നത്. എൻ്റെ പിള്ളേരൊക്കെ വരുന്നു. കാണുന്നവരൊക്കെ ഒരു ഹായ് ഒക്കെ അയക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചില്ലായിട്ടിരിക്കാം. ആരെങ്കിലും ഉണ്ടോ? ഓയ്, നമുക്ക് ആരുമില്ലേ കളി കാണാൻ? കൺകറൻറ്റ് 2 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ ആരെയും കാണുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടോ? ആരില്ലേ? ആരെങ്കിലും ഉണ്ടോ? 213 കൊള്ളാം. സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഇപ്പോൾ ഹായൊക്കെ മുന്നേ ADLൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ADLും പിള്ളേരും അതെ ADL ലിക്വിഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ADL 2 സ്കോണ്ട്. അങ്ങനെ KR പ്രസിദ്ധ്, ഹലോ ബ്രോ, ഹൗ ആർ യു? സുഖമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ അതേ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. മാൻ കിങ് എന്നാണ് എൻ്റെ രൂപം. പ്രസാദ് ആരുമില്ല, 4 പേര് കാണുന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരും വർത്താനൊന്നും പറയുന്നില്ല. ആകെ നമ്മുടെ പ്രസാദ് ബ്രോ മാത്രമുണ്ട് കമ്പനിക്ക്. ഇങ്ങനെ കമ്പനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് DLൻ്റെ പിള്ളേർ അത് 2 സ്ലോട്ട് എടുക്കുന്നുണ്ട്. അവരെന്ത് മാറിപ്പോയോ? 14-18 നമ്മുടെ ADLൻ്റെ പിള്ളേർ സ്ലോട്ട്. അവരെന്ത് പറ്റിയെന്ന് 3 സ്ലോട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ബ്രോ. എൻ്റെ ചാറ്റും ബ്രോൻ്റെ മെസ്സേജും എൻ്റെ സംസാരവും ബ്രോൻ്റെ ചാറ്റും തമ്മിൽ 1 മിനിറ്റ് ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഗെയിം നോക്കി കളിച്ച് അടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 1 മിനിറ്റ് ഡിലേ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാറ്റും എൻ്റെ വോയിസും തമ്മിൽ 1 മിനിറ്റ് ഡിലേ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനോട് ക്ഷമിക്കുക. ഇപ്പോൾ ഞാനീ പറയണത് ഞാനിപ്പോൾ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഞാൻ ഗെയിം അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സ്ക്രീൻ നോക്കി കളിക്കുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ആൾക്കാർക്ക് എവിടെ ഉണ്ടെന്ന്. അങ്ങനെ നോക്കി കളിച്ചാൽ അത് കളിയുടെ സുഗമമായ നടത്തിപ്പിന് വളരെ പ്രശ്നമുണ്ടാക്കുകയും അതുകൊണ്ട് മാത്രമാണ് 1 മിനിറ്റ് ഡിലീട്ടിരിക്കുന്നത്. അതെ, നമ്മുടെ മാൻ്റെ പിള്ളേർ, എക്സ്റ്റിൻ്റെ പിള്ളേർ ഫുൾ ആദ്യത്തെ ഫുൾ സ്ക്വാഡ് നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേരാണ്. BLS ഉണ്ട്, അതുപോലെ തന്നെ തൊട്ട് താഴെ നമ്മുടെ ടീറ്റോടി ഉണ്ട്, ഹെക്സ്റ്റി ഉണ്ട്. ഫുൾ സ്ക്വാഡ് മുന്നേ ഹൈസ്റ്റിൻ്റെ പിള്ളേരാണ്. മുന്നേ പ്രൊഫസറും ടീമും അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി അതിലെ KL23 പിള്ളേരാണ്. മോനെ ബാഡ് ബോയും ഡൈനാമുണ്ട്, PVR സ്യൂസ് ഉണ്ട്. PVR മച്ചൻ ഇപ്പോൾ സിനിമയൊന്നുമില്ലാത്ത കാരണം മച്ചനൊക്കെ സ്യൂസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. KMZയുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. KMC സൈക്കോ പൊട്ടാറ്റോ റിച്ച്മോണ്ട്. വാറിൻ്റെ പിള്ളേരില്ലേ? ഇന്നലെ കിടക്കാച്ച കളി 2 സ്ക്വാഡിനൊക്കെ വൈപ്പ് ചെയ്ത ടീംസാണ് വാറിൻ്റെ വോക്സും പിള്ളേരും. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കും. വാറിൻ്റെ വോക്സ് അവസാനം ഒരു 3 സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് മച്ചന്മാർ എന്നിട്ട് സിമ്പിളായിട്ട് വരുന്ന കഴിയും. നമ്മുടെ KCXൻ്റെ പിള്ളേർ 2 പേര് എന്ന് നൈസായിട്ട് തലക്കടിച്ച് വന്നു സിമ്പിളായിട്ട്. പക്ഷേ ഇന്നലത്തെ ഡിന്നർ കഴിച്ചത് നമ്മുടെ ADLൻ്റെ പിള്ളേരാണ്. ADLൻ്റെ പിള്ളേർ അവസാനം 4 പേരും ബാക്കിയെല്ലാവരും 1-1 പക്ഷേ മാൻ്റെ പിള്ളേർക്ക് ADLൻ്റെ പിള്ളേർ നല്ലൊരു കിടക്കാച്ച അടിയൊക്കെ അടിച്ച് അവസാനം ADLൻ്റെ പിള്ളേർ കുറേ നാളുകൾക്ക് ശേഷം ഒരു നൈസ് ഡിന്നറൊക്കെ ഉണ്ടായി. സോ നിങ്ങൾക്ക് എൻ്റെ സ്ട്രീമിംഗ് ഇഷ്ടമായാൽ നമുക്ക് ആ ലൈക്കൊക്കെ അടിച്ചാൽ എനിക്കൊരു എനർജിയാണ്. നമ്മുടെ ഈ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈക്കാണ് നമ്മുടെ എനർജി. സോ ലൈക്കൊക്കെ തരാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇതുപോലെ കേൾക്കുന്ന നാളെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞായറാഴ്ച ഉണ്ടോ എനിക്കറിയില്ല, തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാവും. സോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. എനിക്കറിയില്ല അതിനെപ്പറ്റി.
സോ ഓക്കെ ഗൈസ്, നമ്മുടെ പിള്ളേർ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 54 പേരുണ്ട്. നമ്മൾ ഇറാങ്കറാണ് പോകുന്നത്. ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം പാമ്പായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനോക്കായിരുന്നു. സൈനോക്കിലറിയല്ലോ രാജവമ്പാൽ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ മോനെ ശിവ വന്നു. ശിവ ബ്രോ സപ്പ് മോനെ എഡിലിൻ്റെ പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എഡിയലിന് എഡിൽ പക്ഷേ എഡിലിന് ആരുമില്ലല്ലോ, എന്ത് പറ്റി? എഡിൻ്റെ സ്ക്വാഡ് അപ്പോൾ നമ്മുടെ പിള്ളേർ അങ്ങനെ എഡിയലിൻ്റെ പിള്ളേർ ഇതാണ് 18 മിനിറ്റാണ് നമ്മുടെ എഡിയലിൻ്റെ പിള്ളേരെ സ്ലോട്ട്. അതേ പിള്ളേർക്ക് അങ്ങനെ എഡിയലിൻ്റെ പിള്ളേർക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ പിള്ളേർക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേർ അതേ ഇനി ആരൊക്കെ കയറുന്നുണ്ട്? മോനെ മാൻ്റെ പിള്ളേർ സൈഡിലൂടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വേണ്ടത്, പക്ഷേ എൻ്റെ കൂടെ ഒന്നും ആരുമില്ല. നമ്മുടെ മാൻ മോക്സിയൊക്കെ എവിടെ പോയി എന്നറിയില്ല. മാൻ മോക്സി എവിടെ പോയി ബ്രോ? ഞാൻ Esports ഉണ്ട്. നമ്മുടെ KR പ്രസാദും എഡിയലിന് വേണ്ടി ശിവ മാത്രമേ ഉള്ളൂ. ശിവ ബ്രോ നമ്മുടെ ബാക്കിയുള്ള ടീംസൊക്കെ അവിടെ ബെൻസീച്ചൊക്കെ അവിടെ പോയി. ആരുമില്ല. എഡിയലിൻ്റെ സപ്പോർട്ടേഴ്സ് കുറവാണുള്ളൂ. അല്ലെങ്കിൽ എഡിയലിന് മാത്രമേ എൻ്റെ ചാറ്റ് ബോക്സിൽ ഫുൾ ടൈം ഉണ്ടാവും. എന്നറിയില്ല. അത് KMCയുടെ പിള്ളേർ ഇത് റിച്ച്മോണ്ടും പൊട്ടാറ്റയും ഇപ്പോൾ സൈക്കോ ഓടിരിപ്പുണ്ട്. എഡിയലിൻ്റെ ഹ്യൂമണും ഫേഡും ലിക്വിഡും മാത്രമേ 4 വരുമെന്ന് വിചാരിക്കുക. റോഗിൻ്റെ പിള്ളേർ വന്നിട്ടില്ല. ATCയുടെ നിക്കും വെനും ATC വൈപ്പർ മാത്രമേ ഉള്ളൂ. റോഗിൻ്റെ ലോലെൻ്റെ മുകളിലുണ്ട്. രണ്ടുപേർക്ക് സ്ലോട്ട്. ഇതിൽ ആർക്കാണ് സ്ലോട്ട് മാറിപ്പോയെന്ന് അറിയില്ല. അതേ ലോലൻ മുകളിലും ലോഗൻ താഴെയുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എഡിയലിൻ്റെ സ്ലോട്ട് നോക്കുകയാണെങ്കിൽ എഡിയലല്ല, റോഗിൻ്റെ സ്ലോട്ട് കിടക്കണത് എവിടെയാണ്? റോഗ് ഇല്ലേ സ്ലോട്ടിൽ? അതെ, റോഗ് 16 അതെ 16 അവർക്ക് അവസാനം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായി ഞങ്ങളുടെ സ്ലോട്ട് 16 എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് പിന്നെ വിസിൻ്റെ പിള്ളേരാണ്. വിസാർഡ്സിൻ്റെ പിള്ളേരാണ്. ഡാർക്കും ഗുരും റെജ്മേ എന്താ ഓപ്പൺ ഗ്രൂപ്പാണ്. അറിയില്ല. KLൻ്റെ പിള്ളേർ അതെ PRൻ്റെ പിള്ളേരായിട്ട് ഇവിടെ നിൽക്കുക ഒരുമിച്ചിരിക്കുന്നുണ്ട്. DMCയുടെ പിള്ളേർ മുകളിലുണ്ട്. DRC ജോക്കർ മാത്രമാണ് സ്ലോട്ട് 17 കാലി ഇട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KMCയിൽ ഒരാൾ കുറവുണ്ട്. അത് മാൻ്റെ പിള്ളേരും ഒരു ഇതൊക്കെ ഫുൾ സ്കോഡൊക്കെ ഉണ്ട്. കുറച്ച് പേര് മാത്രമാണ് സോളോ ആയിട്ടൊക്കെ കളിക്കുന്നത്. അത് നമ്മുടെ KL23 റോക്കിയാണ്. റോക്കി എന്ത് പറ്റി ബ്രോ? ഇതേ ഇവിടെ PVRൻ്റെ പിള്ളേരായിട്ട് KL23 പിള്ളേർ ഇരിക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല, ഇപ്പം തന്നെ കിക്ക് ചെയ്താണെന്ന് അറിയില്ല, കളഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. അതേ മോനി ഇനി എന്തുണ്ടാകും? ഇതേ പിള്ളേർക്ക് ഇവിടെ 66 പേരുണ്ട്. ഇറാങ്കിലാണ്. സോ ഇറാങ്കിൽ നമ്മുടെ നോവയിലൊക്കെ S4 പറഞ്ഞ S4 വന്നിട്ടില്ലല്ലോ ബ്രോ. S4 ഉണ്ടോ? S4ൻ്റെ പിള്ളേരൊന്നും കണ്ടില്ല ഇതുവരെയായിട്ട്. മാമോനെ സോറി. അത് നമ്മുടെ KC ചേച്ചി ഇരിക്കുന്നുണ്ട്. KC ചേച്ചിനെ ഇന്നലെ കുറേ ഫാൻസ് ആളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. S4 ബീസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നുണ്ട്. ബീസ്റ്റ് അതെ ഇന്നലെ ബീസ്റ്റ് ഉണ്ടായിരുന്നത്, ഇന്നും ഇല്ലയെന്ന് തോന്നുന്നു ബീസ്റ്റ്. S4 ബ്രോ ഹൗ ആർ യു? ബീസ്റ്റ് ബ്രോ സുഖം വിചാരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് കയറിയില്ല, മടിയാണ്, അത് റെസ്റ്റ് എടുക്കാമെന്ന് അറിയില്ല. സോ അത് നമ്മുടെ S4ൻ്റെ പിള്ളേരോട് ഫുൾ സ്കോഡ് പിന്നെ ഷമ്മി ഹീറോ വന്നിട്ട് മോനെ തരുണുണ്ട്, മാഡ്ജോ ഉണ്ട്, KC ചേച്ചി ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ BLSൻ്റെ പിള്ളേരാണ്. BLS കോബ്ര റൈഡൻ മാർഷ്യൻ ആൻഡ് സോൾമാൻ ആക്കാറുണ്ട്. അപ്പം പിന്നെ അവിടെ മറ്റേ പോക്കിമാൻ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ അങ്ങനെ മാൻ്റെ പിള്ളേർ കയറിയിരിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ സ്പെക്ടേറ്റിൽ ആരും ഇല്ല. ആരെങ്കിലുമൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ കാണാമായിരുന്നു. അത് S4നെ സപ്പോർട്ട് ചെയ്യുക. ആകെ 3 ടീമിന് മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ടീമുകൾക്ക് KMCക്ക് ഒരു മനുഷ്യൻ സപ്പോർട്ട് ഒന്നുമില്ല. എന്താണെന്ന് അറിയില്ല. KMCയുടെ പിള്ളേരും എക്സിൻ്റെ പിള്ളേരും T20ക്ക് ഒന്നും സപ്പോർട്ടേഴ്സ് ഇല്ലല്ലോ. എന്ത് പറ്റി? ആരും ഇല്ലേ കളിക്കാൻ? അതേ മൈറ്റിൻ്റെ പിള്ളേരുടെ പാവങ്ങൾ. ATCയുടെ പിള്ളേരുണ്ട്, VLSൻ്റെ പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആർക്കും സപ്പോർട്ടില്ല. എന്താണെന്ന് അറിയില്ല. കളി തുടങ്ങിയതിന് ശേഷമാണ് സപ്പോർട്ടേഴ്സ് വരിക. അത് കളി തുടങ്ങുമ്പോൾ വരുമോ ഇല്ലെന്ന് അറിയില്ല. നമ്മളിപ്പോൾ 68 പേരുണ്ട്. 6-2 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഏത് നിമിഷവും തുടങ്ങാം, ഏത് നിമിഷത്തിനുള്ളിൽ തുടങ്ങാം. പക്ഷേ എല്ലാവരും കയറിയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. അതേ മാൻ സ്പോർട്സ് സ്ലോട്ട് നമ്പർ 21 KL23 പ്ലീസ് റിമൂവ്. അതിന് KL23 അതിനകത്ത് ഇല്ലല്ലോ. അതിനുള്ള KMCയുടെ പിള്ളേരാണ് ഇരിക്കുന്നത്. KC ചേച്ചി മോനെ ബീസ്റ്റ്. ഇന്നലെ ഫാൻസുകൾ കുറേ ഉണ്ടായിരുന്നു KC ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ KMCയുടെ ഫുൾ സ്ക്വാഡ് ഉണ്ട്. അത് എല്ലാവരും ഫുൾ സ്ക്വാഡ് സെറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ മൈറ്റ് KL23 മൊത്തത്തിൽ തട്ടിയ. അത് KL23 പിള്ളേർ ഇവിടെ ഇരിക്കേണ്ടത്. ASHESൻ്റെ പിള്ളേർ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി? എല്ലാവരും ലേറ്റ് ആണല്ലോ. ആർക്ക് സമയം കൃത്യനിഷ്ഠില്ല എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. സോ എല്ലാവരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ടേഴ്സിന് വളരെ കുറവാണ്. സപ്പോർട്ടേഴ്സ് എന്ത് പറ്റി? ഈ ടീമുകളുടെ സപ്പോർട്ടേഴ്സ് വളരെ കുറവാണ്. റെജിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മുടെ റെജ് നോന് മാത്രമുള്ള കൂടെ വിസിബിളും കയറിയിരിക്കുന്ന ഗോസ്റ്റ്. ഓക്കെ, അവർ ചിലപ്പോൾ ഒരു സ്ക്വാഡായിരിക്കാം, എനിക്കറിയത്തില്ല. അത് നമ്മുടെ DMC റോഗ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. DMC റോഗ് എന്ത് പറ്റി? ഒറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത്. പുള്ളി ആരെയും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. അത് DRC പിള്ളേർ മോനെ 3 പേരുണ്ട്. ഒരു ഇതെല്ലാവരും 3 പേര് കൊണ്ടുവന്നിട്ട്. പക്ഷേ DRC റോഗ് ഒറ്റയ്ക്കാണ്. പുള്ളി സോളോ വേഴ്സസ് കാർഡ് കളിക്കാൻ ഒരു കോൺകർ പുഷ് ചെയ്യണം. മൈറ്റിൻ്റെ പിള്ളേരെ നമ്മുടെ അതിൻ്റെ ഡ്രാഗ് വന്നിട്ട് മൈറ്റിൻ്റെ ഡ്രാഗ് ആയിരിക്കും. ഈ മച്ചനോട്
അവിടെ വെച്ചിട്ട് മൈറ്റൻ്റെ കല്ല് ഉണ്ടായിരുന്നത്. അത് മൈറ്റൻ്റെ രേഖയാണ്. അതിൻ്റെ രേഖ അവിടെ നിൽക്കും. കളി തുടങ്ങുമ്പോൾ കയറിപ്പോകാം എന്ന് പറഞ്ഞിട്ട് മൈറ്റൻ്റെ രേഖ അവിടെ കയറിയിരിക്കുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ മതി എന്നാണ് ഇവിടെ മച്ചാൻ പറയുക. അതെ, ഞങ്ങളിവിടെ കളിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, പക്ഷേ കളി തുടങ്ങുമ്പോൾ ഞങ്ങൾ കട്ട സപ്പോർട്ടായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ മൈറ്റൻ്റെ രാഗ മുമ്പിൽ നിൽക്കുന്നു. ടീം എ ഡി എൽ, നമ്മുടെ ശിവബ്രോ എ ഡി എല്ലിന് വേണ്ടി കട്ടയ്ക്കവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഈ 10 പേര് കാണുന്നതൊക്കെ ഉണ്ട്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിയാലോ, ഒരു സപ്പോർട്ട് എപ്പോഴും വേണം നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചില്ലായിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഉഷാറോട് പറയാൻ പറ്റുള്ളത്. നമ്മുടെ പിള്ളേരൊക്കെ അത് കയറിക്കൊണ്ടിരിക്കുക. ഒരു ഇതെല്ലാവരും കയറിയിട്ട് 74 പേരുമായി നമ്മുടെ റാങ്കിൽ റൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സോ നമ്മളത് ടാറ്റ തുടങ്ങിയിട്ടുണ്ട്. വിമാനമൊക്കെ ഇപ്പെടുക്കും. വിമാനമൊക്കെ എടുക്കുമ്പോഴേക്കും ഗ്ലിച്ച് അടിക്കാണ്ടിരിക്കാൻ പരമാവധി ഞാൻ പ്രാർത്ഥിക്കാം. കാരണം പബ്ജിയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഗ്ലിച്ച് അടിക്കുന്നുണ്ട്. ഗ്ലിച്ചാണ്. 428 പിള്ളേരും KL 23 പിള്ളേരും. അത് 02-ലുണ്ട്. 04 നമ്മുടെ മണി ഹേസ്റ്റ് പ്രൊഫസറും പിള്ളേരാണ്. അതുപോലെ 23 ഡൈനോമും പിള്ളേർ. അത് നൈസായിട്ട് വന്ന് നമ്മുടെ ബാഡ് ബോയ്ക്ക് പണി കിട്ടി. പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. റോഗിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. റോഗിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്തുണ്ടെന്ന് കണ്ടുവരുമ്പോൾ ടെറക്സിൻ്റെ പിള്ളേരാണ്. ടെറിൻ്റെ പിള്ളേരുണ്ട്. 8-ൽ 9-ൽ നമ്മുടെ റെഗിൻ്റെ ഉള്ളതാണ്. റെഗും വിസാർഡും കൂടെ ഒരുമിച്ചിരിക്കുന്നു. 11-ൽ നമ്മുടെ BLS-ൻ്റെ ഉള്ളുണ്ട്. 12-ൽ നമ്മുടെ ATC-യുടെ ഉള്ളുണ്ട്. 13-ൽ S4-ൻ്റെ പിള്ളേരാണ്. 14-ൽ നമ്മുടെ DRC-യുടെ ഉള്ളുണ്ട്. 15-ൽ മൈറ്റിൻ്റെ ഉള്ളിലാണ്. അനുരാഗ് എന്തായാലും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അതേ 17-ൽ നമ്മുടെ റോഗിൻ്റെ പിള്ളേരാണ്. അത് 18-ൽ ടീം ADL-ഉം 19-ൽ നമ്മുടെ വാറിൻ്റെ പിള്ളേരാണ്. 20-ൽ പിന്നെയും ADL-ൻ്റെ സെക്കൻഡ് സ്ക്വാഡിന്. അതുപോലെ 21-ൽ നമ്മുടെ ആരാണ് ടീലൂടെ പിള്ളേരാണ്. അതേ 22 KMC, 23-ൽ XT, 24-ൽ മാൻഡ് 2, 24, 25 നമ്മുടെ മാൻഡ് പിള്ളേരാണ്. സോ ഇന്നാര് ഡിന്നർ അടിക്കും. കഴിഞ്ഞ ദിവസത്തെ പോലെ ADL-ൻ്റെ ഡിന്നർ സ്ഥിരമാകുകയോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ADL പിള്ളേർ ഡിന്നർ അടിക്കുമോ? അത് എന്നാലും ഹോട്ട് ഡ്രോപ്പൊക്കെ അറിയണം. ഞാനിപ്പോൾ സ്കോട്ടിനാണ് വേണ്ട. നമുക്ക് മണി പ്രൊഫസറിന് തന്നെ പോകാം. പ്രൊഫസർ എന്താണ് പ്ലാൻ? പ്രൊഫസറിന് എന്തായാലും ഒരു പ്ലാനിൻ്റെ പല പ്ലാനുകളുണ്ടാവും. സോ പ്രൊഫസറിൻ്റെ കൂടെ പോകാം. പ്രൊഫസർ ചിലപ്പോൾ ഒരേ സമയം പല കാര്യങ്ങളും ആലോചിച്ച് പല പ്ലാനുകളൊക്കെ ഇട്ടും വരാം. അത് DDL വേണ്ടി നമ്മുടെ BNCJ ബ്രോ ലേറ്റായി ബ്രോ. എന്ത് പറ്റി? അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം കാണുമ്പോൾ മിഡിലൊക്കെ വന്ന് നിൽക്കണം മനുഷ്യനാണ് BNCJ ബ്രോ. എന്ത് പറ്റി ലേറ്റ് ആണുള്ളതെന്ന്. നമ്മുടെ ADL-ൻ്റെ കട്ട സപ്പോർട്ടേഴ്സാണ് ശിവയും നമ്മുടെ BNCJ. ഇന്നാൾ കഴിഞ്ഞ വേറെ പുള്ളിയും കൂടി ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മോനെ ഹോട്ട് ഡ്രോപ്പിൽ നമ്മുടെ ADL-ൻ്റെ പിള്ളേരുടെ കൂടെ ഇതേ പിള്ളേരൊക്കെ അറിയുന്നുണ്ട്. ADL-ൻ്റെ പിള്ളേർ ആദ്യമേ ചാടിയിട്ടുണ്ട്. കൂടെ ആരൊക്കെയുണ്ട്? കൂടെ വേറെ ആരുമല്ല, നമ്മുടെ ടെറിൻ്റെ പിള്ളേരും ADL-ൻ്റെ പിള്ളേർ ഒരുമിച്ച് അറിയുന്നുണ്ട്. സോ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. അത് ADL റോക്കിയും പിള്ളേർ അത് നൈസായിട്ട് ഇറങ്ങുന്നു. ചുറ്റും ആരുണ്ടോ നോക്കുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് പിന്നിൽ ആൾക്കാരുടെ കാര്യം ഇവർ മറന്നേ മോനെ. അത് താഴെ ടെറിൻ്റെ പിള്ളേർ ഇറങ്ങുന്നു. നമ്മളെ പിള്ളേർ കണ്ടിരിക്കുന്നു. മച്ചന്മാരെ ഒന്നില്ലെങ്കിൽ ഓടാൻ പറയും, അല്ലെങ്കിൽ മച്ചന്മാർ നൈസായിട്ട് ഗണ്ണെടുത്ത് അവന്മാർ അടിക്കാൻ പോകും. പക്ഷേ ഇവിടുത്തെ ഒരു UMP ഒക്കെ കാണുന്നുണ്ട്. UMP ഒക്കെ ആരൊക്കെ പോയെടുക്കും. അതേ നമ്മുടെ റോക്കി അത് പോയി UMP എടുത്തിരിക്കുന്നു. അത് തൊട്ടപ്പുറം കാറിൽ മോനെ 2 കണക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ നോവൽ ഇങ്ങനത്തെ ഒരു ഗണ്ണാണില്ല. അത് ADL പിള്ളേർ നൈസായിട്ട് ഗ്രൂട്ട് വൈറ്റിനടിക്കുക. അത് ടെർനിക്സിന് അടിക്കുന്നത്. ഗ്രൂട്ടോ മോനെ നിക്കിനടിച്ച് നോക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അവിടെ തിരിച്ച് നല്ല അടി വരുന്നത്. അത് റോക്കി ഈ ഒരു ബുള്ളറ്റ് കിട്ടി. ബാക്കി ഒരു ബുള്ളറ്റ് പോലും റോക്കിയുടെ മേത്തോണ്ടെങ്കിൽ നമ്മുടെ ആരാണ് നമ്മുടെ ടെറിനുള്ള എന്താണ് ചെയ്യുന്നത്? നിക്ക് അവിടെ ചാടി ഓടിയത് ഗണ്ണ കിടന്നത് M16 ആയിട്ട്. ക്ഷമിക്കണം, സോറി ബ്രോ. സോറിക്കുന്നതിന് നിങ്ങളുടെ ടീമിന് സപ്പോർട്ടേഴ്സ് ആണ്, അത്രേ ഉള്ളൂ. അതേ നമ്മുടെ സ്പാമൊക്കെ ചെയ്തു. നമ്മുടെ ലൈവ് ബോക്സ് നിങ്ങളുടെ ടീമിൻ്റെ പേജ് സ്റ്റെപ്പ് സ്പാം ഏതൊരു കുഴപ്പമില്ല. അത് നമ്മുടെ ടെറിൻ്റെ പിള്ളേർ അടിക്കുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് ആരടിക്കുന്നത്? ആരാണ്? ടെർവൂൾഫ്. അത് നൈസായിട്ട് നോക്കിയിട്ട് ADL മാക്കാൻ പിടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. സോ മാക്കാൻ്റെ നോക്കി പിള്ളേർ പിടിച്ച് കൺഫേം ചെയ്തോ. അത് ഗണ്ണൊക്കെ എടുത്ത് പിള്ളേർ പോയി അടിക്കുകയില്ലെന്ന് കണ്ടിട്ട് 2 ടീം നമ്മുടെ ടെർവൂൾഫ് അത് നൈസായിട്ട് UMP-യിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പക്ഷേ PVR ഉള്ളവരുടെ XT പിള്ളേർ ചെറിയൊരു വൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരുമോ? XT പിള്ളേർ എവിടെ ഇറങ്ങിയത്? യെസ് അത് ഇപ്പോഴാണ് നമ്മുടെ മാപ്പൊക്കെ വന്നത്. പിള്ളേരുടെ ചെറിയൊരു ഫൈറ്റ് ചെയ്ത് ഇവിടെ ഒരു നോക്കിയിട്ടിരിക്കുന്ന മോനെ KL 23 മൗണ്ട് PVR സ്യൂസ്. അത് തിരിച്ചടിക്കുന്ന മോനെ PVR. അതെ പിള്ളേർ വീണുകൊണ്ടിരിക്കുകയാണ്. മോനെ ക്ലച്ച് കോഡ് അത് നൈസായിട്ട് പാപ്പനടിച്ചിരിക്കുന്നു. ക്ലച്ച് കോഡ് നമ്മുടെ സെൻപൈൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതേ മുകളിൽ ഡൈനാമോ എന്ന് അടിക്കുന്നു. ഷോർട്ട് ഗണ്ണൊക്കെ വെച്ച് അടിക്കുന്നു. ഷോർട്ട് ഗൺ വെച്ച് ലോങ് റേഞ്ച് അടിക്കാൻ നോക്കുന്നത്. അതേ പക്ഷേ ഒന്നും നടന്നില്ല. അത് ഗണ്ണുകൾ ബുള്ളറ്റുകൾ വേസ്റ്റ് ആകുന്നില്ലാണ്ട് മോനെ ഇനി ഡൈനാമോ മാത്രം. KL 23 ഡൈനാമോ എന്ത് ചെയ്യും? ഡൈനാമോ ഒറ്റയ്ക്കാണ്ടിരിക്കുന്നത്. പക്ഷേ തൊട്ടവർക്ക് പിള്ളേരുണ്ട്. അതേ ഇവിടെ ഫുൾ ആരൊക്കെയുണ്ട് നോക്കാം. നമ്മുടെ വിസിൻ്റെ പിള്ളേരുണ്ട്, XT പിള്ളേരുണ്ട്. ഇവിടെയും എന്തെങ്കിലും നടക്കും, താഴെയും എന്തെങ്കിലും നടക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി ഡൈനാമോത്തിൽ ഒറ്റയ്ക്ക് അടിച്ചിടുമെന്ന് കണ്ടറിയാം. അത് അടികൾ വരുന്നു മോനെ. XT സ്യൂസ് അത് ഡൈനാമിനെ അടിച്ചിരിക്കുന്നു. അങ്ങനെ XT പിള്ളേർക്ക് നൈസായിട്ട് നമ്മുടെ KL 23 പിള്ളേർ പെട്ടിയാക്കി വിടുക കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് നമുക്കിനി പോകാം. S4 അടുത്തേക്ക് പോകാം. മറ്റേ കേരള പോയി. ഓക്കെ ബ്രോ, എന്താണ് ബ്രോ പോയി? ഓക്കെ ഗ്ലിച്ച് തന്നെയാണ്. അതെ പബ്ജിയിൽ പിന്നെ മോനെ ADL-ലുള്ള നൈസായിട്ട് സ്ഥലം കാര്യമായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ S4 പിള്ളേർ എഴുതാണ്. S4 പിള്ളേർ എവിടെയാണ്? S4 പിള്ളേർ എവിടെയാണ് നമുക്ക് നോക്കേണ്ടി വരും.
S4 നമ്മുടെ KCG നോക്കാം. KCG പിള്ളേർ അത് വെള്ളത്തിലാണ്. ഓക്കെ, വാട്ടർ സീലാണ് നമ്മുടെ S4 പിള്ളേർ. അത് അവിടെ തൊട്ടപ്പുറത്ത് ഡ്രോപ്പും വീഴുന്നുണ്ട്. ഇവിടെ നല്ല പോരിഞ്ഞായിട്ട് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ KVMC പിള്ളേരും നമ്മുടെ ഈ ഡോണി സ്കോട്ട് വൈറ്റും പിള്ളേരും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 8 ബ്രോ. അങ്ങനെ സ്ലോട്ട് പറയാൻ എനിക്ക് നല്ല എളുപ്പമായിരിക്കും. സ്ലോട്ട് നമ്പർ 8 നമ്മുടെ ടെറിൻ്റെ പിള്ളേർ നോവൽ ചെറിയൊരു അടി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അടിയൊന്നും ഉണ്ടായില്ല. നമ്മുടെ എഡിയിൽ പിള്ളേർ ചെറുതായിട്ട് കൊമ്പ് പുറത്തിന് ശേഷം പോയിട്ട് നൈസായിട്ട് പോയി ബ്രോ. അതെ ബ്രോ, എനിക്കും അതേ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ PUBGയിലെ ഗ്ലിച്ച് എന്നൊക്കെ പറഞ്ഞാൽ വാരിക്കൊരു ഗ്ലിച്ച് ഉണ്ട്. കണ്ടില്ല, ചാടി മച്ചൻ ഇങ്ങനെ പോകണമെങ്കിൽ എയറിൽ സ്ലൈഡ് ചെയ്യുന്നതൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഡോണി എന്തുകൊണ്ടാണ് സ്ലൈഡ് ചെയ്ത് പോകണമെന്ന് എനിക്കറിയില്ല. ഗ്ലിച്ചാണ് PUBGയിലെ. ഇതേ എനിക്ക് 104 പിങ്ങോ, എൻ്റെ പൊന്നെ, എൻ്റെ പിങ് എന്ത് ഇങ്ങനെ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ വൈഫൈ ഒരു ഇഷ്യൂ അല്ല. പിന്നെ ഡെഡ് പൂൾ ചെറുതായിട്ട് KL23 ബാഡ് ബോയ്. മച്ചൻ ഒറ്റയ്ക്കല്ലോ. DMC റോഗിൻ്റെ അടുത്താണ് ഉണ്ടാകുന്നത്. അത് നൈസായിട്ട് DMC റോഗ് അതൊക്കെ ഇട്ടെന്ന് അടിക്കുന്നു. അവിടെ ആരൊക്കെ ഉണ്ട്? അത് നമ്മുടെ ഡെഡ് പൂളും പിള്ളേരാണ്. മച്ചന്മാർ സ്റ്റാൾബറിലാണ് ഇറങ്ങി. സ്റ്റാൾബറിലാണെന്ന് തോന്നുന്നത്. സ്റ്റാൾബറിൽ ചെറിയ അടിയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ KL23 ബാഡ് ബോയ് അവിടെ നോക്കണം. പക്ഷേ മച്ചൻ എവിടെയെന്ന് എനിക്കത് ബാഡ് ബോയ് ഇവിടെ നോക്കണം. പക്ഷേ റെവ് പോലും എടുക്കാതെയാണ് നമ്മുടെ റോഗ് ഇവിടെ കിടന്നുകൊണ്ട് നിരങ്ങി പോകുന്നുണ്ട്. ആരെങ്കിലും അടിക്കുന്നത്. പക്ഷേ നമ്മുടെ ഷാഡോ ചാടി വരുന്നുണ്ട്. ഷാഡോ അവിടെ നോക്കുന്ന ഒരു തല കാണോ ഇല്ല. അത് ഇതെന്താണ് അസംബ്ലിയിൽ നിൽക്കുന്നു. അതോടെ നൈസായിട്ട് നെയ്റ്റ് പോകുന്നു. ആ ഡാർക്കുള്ളതാണ് നമുക്ക് കണ്ടറിയിട്ടിരിക്കുന്നത്. അത് നമ്മുടെ റോഗ് ലെഫ്റ്റിൽ റോഗിനെ നോക്കാതെ അടിക്കുന്നു. ഇവിടെ റോഗിനെ ആരെങ്കിലും റോഗിനെ അടിക്കാൻ വേണ്ടി ശ്രമം. എല്ലാവരും വളഞ്ഞിട്ടടിച്ചു. പക്ഷേ ആട്ട് കില്ലുണ്ട്. ഇത് ഡെഡ് പൂളാണ്. അത് 4 പേര് ചേർന്ന് ഒരാൾ അടിക്കാനുള്ള ശ്രമമായിട്ട് അവിടെ നടന്നത്. അത് അങ്ങനെ ആ കില്ല് കൺഫേം ചെയ്തിട്ടിരിക്കുന്നു. ഇനി പൊച്ചിങ്കിൽ നമ്മുടെ മാൻ്റെ പിള്ളേരും നമ്മുടെ ആരാണ് FDX T20 പിള്ളേരുണ്ട്. അവിടെ ചെറിയൊരു അംഗത്തിലാണ് പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാൻ മാൻ്റെ പിള്ളേരും. അതെ, MS ഇന്ന് പിങ്ങിച്ചിട്ട് കൂടുതലാണല്ലോ ബോയ്സ്. അത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയില്ല. കാരണം എനിക്ക് നല്ല പിങ്ങോട് കാണിക്കുന്നത്. എൻ്റെ നോർമൽ പിങ് 20 ആണ്. പക്ഷേ ഈ ഒരു മാച്ചിൽ 92 കാണിക്കുന്നുണ്ട്. അത് ഹോസ്റ്റിൻ്റെ ഇഷ്യൂ ആണോ എന്താ അറിയില്ല, സെർവറിൻ്റെ ഇഷ്യൂ ആണോ അറിയില്ല. അവിടെ ആരാണ് അടിക്കുന്നത്? അവിടെ ആരും ഇല്ലല്ലോ ബ്രോ. പിന്നെ അവിടെ ചുമ്മാ അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേരെല്ലാം പിന്നിലാണ്. പിന്നിൽ നമ്മുടെ 80 പിള്ളേരുണ്ട്. അതിൻ്റെ തൊട്ടും T20 പിള്ളേരുണ്ട്. സോ മോൻ ഇവിടെ T20 നൈസ് സാൻഡ്വിച്ചാണ്. പക്ഷേ 80 പിള്ളേർ അങ്ങ് ദൂരെയുണ്ട്. വേറെ കുഴപ്പമില്ല. അദ്ദേഹം അടുത്തടി KMC നൈസായിട്ട് നമ്മുടെ ഡോണിനെ അടിച്ചിട്ടുണ്ട്. ഡോണി മോൻ അവിടെ ചെറിയ ഡോണിനെ അടിച്ച് അപ്പം തന്നെ പിള്ളേർ പെട്ടിയാകുകയും ചെയ്ത് അടിച്ച നോക്കുകളെല്ലാം അപ്പം തന്നെ പെട്ടിക്കണം. നമ്മുടെ റോഷോക്കിലാണ് നമ്മുടെ ഈ KMC പിള്ളേർ നൈസായിട്ട് അടിച്ച് കില്ലുകളൊക്കെ നൈസായിട്ട് പെട്ടികളാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഏടിയലിന് പിള്ളേരുണ്ട്. നമ്മുടെ സ്കൂളിലാണ്. വാറിൻ്റെ പിള്ളേർ പണി തുടങ്ങി നൈസായിട്ട്. വാറിൻ്റെ പിള്ളേർ എവിടെയും ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ടീം വാറിൻ്റെ എടുത്ത് നോക്കാം. വാറിൻ്റെ പിള്ളേർ എവിടെ വോക്സ് എവിടെയാണ് പറയൂ. വോക്സ് സെവറിലാണ് നമ്മുടെ പിള്ളേരെ പുഷ് ചെയ്യുന്നുണ്ട് നൈസായിട്ട്. ആരാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ മാൻ്റെ പിള്ളേർ? മാൻ്റെ ആരാണ്? നമ്മുടെ സോമനെ അടിച്ച് പെട്ടിക്ക്. പക്ഷേ നൈസായിട്ട് അടുത്തടി വരുന്നു. വോക്സ് നൈസായിട്ട് അടിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് പിള്ളേർ നിൽക്കുന്ന മോനെ ഡിമിട്രിയസിനെ അടിക്കുന്നു. ഡിമിട്രിയസിൻ്റെ പിന്നിൽ നിന്ന് അടിക്കാൻ ശ്രമമാണ്. പക്ഷേ വോക്സിന് നെറ്റ് പോയതാന്ന് തോന്നില്ല. മച്ചാൻ ചന്നം പിന്നെ അടിക്കുന്നുണ്ട്. അവിടെ നോവ നോക്കായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിള്ളേർ സോമൻ അടിക്കുന്നു. സോമൻ നൈസായിട്ട് ഒരു ഹെൽത്തും ഇല്ലാതെ അടിക്കണം. പക്ഷേ മച്ചാൻ ബാനേജ് അടിക്കുന്നു. പക്ഷേ പിള്ളേർ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. വോക്സ് ചാടി അടിക്കുന്നു. മോനെ സോന് പോകുന്നു. ഡിമിട്രിയസ് മുന്നിൽ നിന്ന് വെച്ചാൽ സോനും പിള്ളേർ നൈസ് അടിക്കുന്നു. ഹീസ്റ്റിൻ്റെ പിള്ളേർ അവിടെ അടിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അവിടെ അങ്ങോട്ട് പോകില്ല. വാറിൻ്റെ ഒരു സെർവർ ഇഷ്യൂ. അതേ സെർവർ മുട്ട സീനാണ് ബ്രോ. മോനെ സോന് അത് നൈസായിട്ട് അടിക്കുന്നു. സോന് നിന്ന് കറങ്ങാടും അടിച്ചിട്ട്. പക്ഷേ സോൻ നൈസായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ സോണിൻ്റെ ഹെൽത്ത് പോക്കാണ്. അത് നമ്മുടെ ആരാണ്? അത് അടിക്കുന്നു. വോക്സിനെ അടിക്കുന്നു. വോക്സ് നൈസായിട്ട് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. വോക്സ് ചാടിപ്പോകുന്നു. വോക്സിനെ പിന്നിൽ പോയി അടിക്കുമോ? അത് വോക്സിൻ്റെ പിന്നിലൂടെ പോയാണ് സോൻ അടിക്കുന്നത്. സോന് ഹെൽത്ത് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് സോനും അടിക്കാൻ പോകുന്നത്. സോന് അത് വോക്സിൻ്റെ പിന്നിലൂടെ എന്താണ് തൊട്ടാവട്ടനാണ് കളിക്കുന്നത്. മച്ചാൻ കറങ്ങി എടുക്കുന്നുണ്ട്. അത് തൊട്ടപ്പുറം നമ്മുടെ പിള്ളേരോട് ഒളിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഒളിച്ചിരിക്കുന്നവരൊന്നും കാണുന്നില്ല. എന്ത് പറ്റി സോനിന് കണ്ണ് കാണാത്തത്? വോക്സ് മോനെ സോൻ അടിക്കുന്നത്. ബുള്ളറ്റ് ഒന്നുമില്ല. ഡിമിട്രിയസ് നൈസായിട്ട് ചാടിയിരിക്കുന്നു. ഡിമിട്രിയസ് അത് വോക്സിനെ അടിച്ചിരിക്കുന്നു. ഇനി ഒരാൾ മാത്രമാണുള്ളത്. മച്ചാനത് അടിച്ച നോക്കളെല്ലാം കില്ലാക്കുന്നു നൈസായിട്ട് എത്തി. പക്ഷേ തൊട്ടപ്പുറം നമ്മുടെ വോക്സിൻ്റെ പിള്ളേരുണ്ട്. സോമനെ റവ് എടുക്കുകയാണ്. പക്ഷേ വെട്ടിയാ എല്ലാവരും. ഓക്കെ, നമ്മുടെ പിള്ളേരോട് തീർത്തുണ്ട്. പണി കഴിഞ്ഞു. ഇനി അടുത്ത പണി നമുക്ക് തോന്നുന്നു XT റെഗിൻ്റെ പിള്ളേരായിട്ട് അടിക്കുന്നു. XT എവിടെയാണ്? ഓക്കെ, XT താഴെയാണ്. സോറി ഗൈസ്, നമ്മുടെ XT പിള്ളേരോട് നൈസായിട്ട് അടിക്കുന്നുണ്ട്. സോറി ഗൈസ്, ചെറിയ വൈഫൈ അതെ അവിടെ. സോറി ഗൈസ്, നമ്മുടെ വിസാറിൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ എക്സ്ട്രാ പിള്ളേർ പെട്ടിയൊക്കെ തീർത്തിട്ടുണ്ട്. അത് മൊത്തം ഒരു വൈപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പിള്ളേരും ഭയങ്കര കളിയാണല്ലോ. എന്ത് പറ്റി? പിള്ളേർ ഓൾറെഡി ഇപ്പോൾ എടുത്ത് 2 സ്ക്വാഡ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. KMC എടുത്ത് പോകാൻ. KMC പിള്ളേരോട് എന്ത് പറ്റി? അടിക്കുന്നില്ല. ജസ്റ്റ് അവിടെ ചുമ്മാ പോയി മുഖത്തോട് പോയി നോക്കിക്കാണ്. റിച്ച് മോഡ് അവിടെ നൈസായിട്ട് അടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എൻ്റെ റിച്ച് മോഡ് ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ബോയ്സ്? ചുമ്മാ കയറി അടിക്കണം മിസ്റ്റർ. ഇത് മാർക്ക്ലെസ് മാൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. റിച്ച് മോഡ് തൊട്ട് മീറായി. പക്ഷേ അവിടെ നിന്ന് അടിക്കുന്നു. ആരാണ്? നമ്മുടെ സൈക്കോ ആണ് നമ്മുടെ ഭാര്യ അടിക്കുന്നത്. നമ്മുടെ സ്കൂട്ടിനെ അടിക്കാൻ ശ്രമമുണ്ട്. പക്ഷേ KMC സൈക്കോ നൈസായിട്ടൊക്കെ ഒരു ഫ്ലാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നൈസായിട്ട് അവിടെ സ്കോട്ട് പോയിട്ട് അവിടെ കിടക്കാച്ച് KMC പൊട്ടാറിനടിച്ച് വെട്ടിയേക്കുന്നു. പക്ഷേ സ്കൗട്ട് പോയിട്ട് അടിച്ചിരിക്കുന്നു. മൈറ്റിൻ്റെ പിള്ളേരായിട്ട് നമ്മുടെ ഏടിൽ പോയിട്ട് ചെറിയ പേര് എടുക്കുന്നു. പക്ഷേ ഇങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി 2 നോക്കിയിട്ടിരിക്കുന്നു. ആഷസ് ജോക്കർ പോയിട്ട് നൈസായിട്ട് മാൻ്റെ പിള്ളേർ അടിക്കുന്നു. പക്ഷേ മുകളിൽ നമ്മുടെ KMC റിച്ച് മോഡ് നൈസായിട്ട് അതൊരു കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ത് ഇങ്ങോട്ടൊന്ന് എനിക്ക് അങ്ങോട്ട് തന്നെ പോകുന്നത്. അത് അവിടെ S4 പിള്ളേർ കയറിയിരിക്കുന്നു. S4 പിള്ളേർ കളിയിലേക്ക് സ്ഥലം ഇതിപ്പോൾ എവിടെയാണ് വരുന്നത്?
എൻ്റെ പിന്നെ അങ്ങനെ ഓക്കെ ഇവിടെ കഴിഞ്ഞ് BLS ഉള്ളൊരു മീഡിയയിൽ ഇവിടെ ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നത് അതെവിടെയാണെന്ന് അറിയില്ല. അത് എവിടെയോ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ അല്ല, ഈ ഏരിയയിൽ അടുത്ത ഏരിയയിൽ മറ്റേ ഏരിയയിൽ എവിടെയാണെന്ന് അറിയില്ല. മച്ചന്മാരൊക്കെ ഗൈസ് നമ്മുടെ ഏരിയലിൻ്റെ സെക്കൻഡ് സ്ക്വാഡ് നൈസായിട്ടൊന്ന് വൈപ്പായിട്ടുണ്ട്. അവിടേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും പിള്ളേർ വൈപ്പ് ചെയ്ത് നമ്മുടെ BLS പിള്ളേർ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഏരിയലിൻ്റെ പിള്ളേരോട് നൈസായിട്ട് സ്കൂളിലാണ് മച്ചന്മാർ സ്കൂളിൽ നിൽക്കുന്നത്. പക്ഷേ തൊട്ട് മാൻ്റെ പിള്ളേരോട് ടീച്ചറുടെ പിള്ളേരുടെ ചെറിയൊരു ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ തൊട്ട് താഴെ നമ്മുടെ ആരൊക്കെ ഉണ്ടല്ലോ, അതെ തൊട്ട് താഴെ എവിടെയാണ് നമ്മുടെ ഓക്കെ നമ്മുടെ സിനിസ്റ്റർ T2D പൊടിയുണ്ട്. പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ റിഫ്ലെക്സ് ഉണ്ട്. റിഫ്ലെക്സ് മോന് ഒരു മുറിയുടെ ഒരു ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി നിങ്ങൾ രണ്ട് പിള്ളേർ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മോനെ ഈ കാഴ്ച വേറെ എവിടെയും നമ്മൾ രണ്ട് ടീമുകൾ രണ്ടുപേര് രണ്ട് സൈഡ് നിൽക്കുന്നത്. അത് ഫുൾ സ്റ്റെപ്പ് കൊടുക്കുന്നു. റിഫ്ലെക്സുമായിട്ട് അനങ്ങാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് കാണുന്നതെന്ന് അറിയില്ല മോനെ. അതൊരു നെയ്ഡ് കുക്ക് ചെയ്തുകൊണ്ട് മച്ചാൻ ഉള്ളിലേക്ക് ഓടിക്കയറോ ഇല്ല കണ്ടറിയിരിക്കുന്നു. കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിഫ്ലെക്സ് ആയിട്ട് ഒരു നല്ലൊരു സമയമായിരുന്നു കയറി അടിക്കും. കാരണം കുക്ക് ചെയ്ത സമയത്ത് കയറി അടിച്ചാൽ നൈസായിട്ട് അടിക്കാം. അത് മോനെ അവിടെ മാൻ കിങ് ബാഡാസ് T2D അടിച്ചിട്ടുണ്ട്. അത് ബാഡാസിൻ്റെ പിള്ളേർ നൈസ് അടിക്കുന്നു. അതേ നമുക്ക് റിഫ്ലെക്സ് ആയിട്ട് പിന്നിലൂടെ വരുന്നു. അതേ റിഫ്ലെക്സിന് അവന് സിനിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. റിഫ്ലെക്സ് പിന്നിലുള്ള കാര്യം നമ്മുടെ സിനിസ്റ്ററിൻ്റെ റിഫ്ലെക്സ് നൈസായിട്ട് അത് ഡോറൊക്കെ തുറന്നു. മോനെ നൈസ് നോക്കാതെ റിഫ്ലെക്സ് നൈസ്. അത് പക്ഷേ T2D ജോക്കർ കില്ലുകൾ കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. അതെ അങ്ങനെ നമ്മുടെ T2D പിള്ളേർ നൈസായിട്ട് നമ്മുടെ മാനും പിള്ളേരും ജോക്കറും പിള്ളേരും തീർത്തിട്ടുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ATC അത് നൈസായിട്ട് അവിടെ നമ്മുടെ T2D അൺനോൺ അടിക്കുന്നു. അൺനോൺ ഒറ്റയ്ക്കാണ്, അൺനോൺ സോളാണ്. മച്ചാനിനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു T2D ബോയ്സ്. മോനെ അണ്ണോൺ അത് റൂഫിലാണ് മച്ചാൻ. പക്ഷേ റൂഫിലുള്ള നാട്ടുകാർക്ക് മൊത്തം കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കോടി. പിള്ളേരിന് പിന്നെ റിഫ്ലെക്സ് വെട്ടി ചെയ്ത് സുഖമായിട്ട് കണ്ടടിക്കാൻ പറ്റും. പക്ഷേ റിഫ്ലെക്സ് വെട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടറി റിഫ്ലെക്സ് വെട്ടി അവിടെ താഴെ നോക്കുകയാണ്. മച്ചാൻ താനായി പയ്യെ പതുക്കെ മന്ദം ലൂട്ട് ചെയ്യാണ്. പക്ഷേ ATC ഒരു സൈഡിലുണ്ട്. ATC കാലുമേക്ക് അടിക്കോ ഇല്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നത്. അതേ മാൻ ഈസി അത് താഴെ വന്ന് പോയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അതേ മാനിൻ്റെ പിള്ളേർ താഴെയുണ്ട്. മുകളിൽ നമ്മുടെ T2D മിസ്റ്റർ അണ്ണോണുണ്ട്. അതേ കളടവനെന്നാ മനസ്സിലായില്ല ബ്രോ. അതേപോലെ ഇവിടെ അണ്ണോൺ ഒരു വീടിനുള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ വീടിനുള്ളിൽ തൊട്ടപ്പുറം നമ്മുടെ മാനിൻ്റെ പിള്ളേരാണ്. മാനിൻ്റെ പിള്ളേർക്ക് ഒരു നൈറ്റ് പോകുകയില്ലെന്ന് കണ്ടറിയിട്ടിരിക്കുന്നു. അണ്ണോൺ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അണ്ണോൻ്റെ പ്ലാൻ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ തൊട്ട് പിന്നാലെ നമ്മുടെ ATC പിന്നിലുണ്ട്. ATC പിള്ളേർ പിന്നിലൂടെ കറങ്ങി വരുന്ന കാര്യം നമ്മുടെ അണ്ണോൺ അറിയില്ല. അണ്ണോൺ പക്ഷേ ഇവിടെ നോക്കിക്കാണ്. ഇനി എവിടെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ടെറിൻ്റെ പിള്ളേർ വരുന്നുണ്ട്. ടെറിൻ്റെ പിള്ളേർ അവിടെയുണ്ട്. പക്ഷേ പാലത്തിൽ നമ്മുടെ BLS ഉള്ളവർ എന്തെങ്കിലും ക്യാമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ മാൻ നീ സിയോ താഴെയുണ്ട്. ഈസിയോ ഒന്നും ആരെയും അടിക്കുന്നില്ല. ഓൾ ചാറ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആരാ റൂം ഹോസ്റ്റ് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല പിങ്ങുണ്ട്. അതെ അപ്പുറത്തേക്ക് അതെ T2D പിള്ളേരാണ് പറയുന്നത്. അതെ നല്ല MS എന്ന് പറഞ്ഞിട്ട് സത്യം പോയി. അതെ എല്ലാവരും അതാണ് പറയുന്നത്. എല്ലാവർക്കും നല്ല പിങ്ങുണ്ട്. സോറി ഗൈസ്, എല്ലാവർക്കും നല്ല പിങ്ങുണ്ട്. S4 സ്പെക്ക് എന്ന് പറഞ്ഞിട്ട് S4 പിള്ളേർ കേസിയും പിള്ളേർ ഇവിടെ നൈസായിട്ട് കറങ്ങി കിടക്കാണ്. അതെ പിള്ളേരൊക്കെ ഇവിടെ കറങ്ങി എടുക്കണം. ഒരു കുഴപ്പമില്ല. നമ്മുടെ ഗാഡ് കെയർ റൂൺസിൻ്റെ അവിടെ പിള്ളേരുണ്ട്. ഇത് മാനിൻ്റെ പിള്ളേരോട് അടുത്തടി മൈറ്റിൻ്റെ പിള്ളേർ നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേരോട് പക്ഷേ ഇവിടെ കുറേ നേരം ഇവരെ അടിക്കുന്നത്. മൈറ്റോടെ എവിടെയാണ് ഫൈറ്റ് എടുക്കണം? KMC ഓക്കെ. സോറി ഗൈസ്, നമ്മുടെ നൈസായിട്ട് മൈറ്റിൻ്റെ പിള്ളേരും കേസിൻ്റെ ഒരു ക്യുക്ക് ഫൈറ്റ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൈറ്റിൻ്റെ പിള്ളേർ അപ്പം തന്നെ എല്ലാവരും പിള്ളേർ വണ്ടി ഇതേ ഇടിച്ചുകൊണ്ട് കുത്തിച്ച് പെട്ടിയാക്കണം ചെയ്ത്. മൈറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ KMC പിള്ളേർ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ്, മൈറ്റിൻ്റെ പിള്ളേർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്കി മൈറ്റിൻ്റെ ഫൈറ്റ് ഉണ്ടപ്പോൾ തന്നെ. പക്ഷേ അപ്പോഴേക്കും പിള്ളേർ അടിച്ചു തീർത്ത്. നിങ്ങൾ ഗൈസ് സോ ഫാസ്റ്റാണ്. നിങ്ങളൊരു ചെറിയ ഗ്യാപ്പൊക്കെ തരണം. മോനെ അടുത്ത് നമ്മുടെ ബ്രിഡ്ജിൽ തടിയാണ്. ബ്രിഡ്ജ് ഗെയിമിങ്ങിലായിട്ട് നമ്മുടെ പിള്ളേരോട് നിൽക്കുന്നുണ്ട് ബ്രിഡ്ജിൽ. പക്ഷേ അവിടെ പൊരിഞ്ഞൊരടി കാണാൻ പറ്റും. അതേ ടെറിൻ്റെ പിള്ളേർ അത് നിൽക്കുന്നു. ടെറിൻ്റെ പിള്ളേർ വണ്ടിയൊക്കെ നിൽക്കുന്നത് ഇവിടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ BLS നൈസായിട്ട് ബുദ്ധി കളിച്ച് വണ്ടിയൊക്കെ എടുത്ത് പോയിരുന്നു. അച്ഛന്മാർ എന്താണ് ചെയ്യുന്നത്? BLS അത് നൈസായിട്ട് ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. ടെറിൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. പിന്നെ BLS അത് കോബ്ര ഇവിടെ നടിക്കുന്നുണ്ട്. വണ്ടി അടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അത് നല്ല പിങ്ങട്. എല്ലാവർക്കും ബുള്ളറ്റുകളൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേടി വെച്ചൊരു 5 മിനിറ്റിന് ശേഷമാണ് ബുള്ളറ്റൊക്കെ പോകുന്നത്. അത് നല്ല പിങ്ങാണ്. അതൊരു നെയ്ഡ് കുക്ക് ചെയ്തൊരു നെയ്ഡ് പോയിട്ടുണ്ട്. ആ നെയ്ഡിൽ നമ്മുടെ ടെറിൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ടെറിൻ്റെ പിള്ളേർ കിടന്നടിയാണ്. അത് ഒമേഗോടെ നോക്കാണ്. ബട്ട് ഓൾറെഡി നിക്ക് ആർത്ര പേരുണ്ട്. ഒമേഗ മാത്രം നോക്കി, നിക്ക് മാത്രമാണ് കുഴപ്പമില്ല. അത് നൈസ് അടിക്കുന്നു. സോളമൻ വരുന്നു. BLS സോളമൻ നൈസായിട്ട് വരുന്നുണ്ട്. രണ്ട് പിള്ളേരുടെ വണ്ടി കൊണ്ടൊക്കെ ഇടിച്ചുള്ള ശ്രമമാണ്. ഇവിടെ പൊരിഞ്ഞടിയാണ് കാണാൻ മോനെ ടെറർ. മോനെ 1 വേഴ്സ് ടെർനിക്സ് ആണ്. ടെർനിക്സ് അവിടെ ഇരിക്കുന്നു. അത് ടെർനിക്സ് അത് നൈസായിട്ട് ടെറിൻ്റെ ഗ്രൂട്ടാണ്. ഗ്രൂട്ട് ഒറ്റയ്ക്ക് അടിക്കുന്നു. BLS പിള്ളേർ അടിക്കുന്നു. ഗ്രൂട്ട് വീണിരിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് വീണ് മോനെ കോബ്രയുടെ നൈസ് വൈപ്പായിരുന്നു. കോബ്ര വന്ന് നൈസായിട്ട് പിള്ളേർ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഓൾറെഡി 2 പേരിനെ തീർന്നിരിക്കുന്നു. പക്ഷേ പിള്ളേർ ഇവിടെ ഓൾറെഡി നമ്മുടെ BLS അപ്പം തന്നെ ഒരു വൈപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ADL പിള്ളേർ ചെറിയൊരു ഫൈറ്റ് കാണാൻ പറ്റും. അവർ നേരെ കയറിപ്പോൾ S4 എഴുതിക്കാനും
അത് താഴെച്ചാടി ടെററിൻ്റെ പിള്ളേരെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിരിക്കുന്നു ബ്രോ. സോറി ഗൈസ് മോനെ. ടെററിൻ്റെ പിള്ളേർ അത് ADL ടെററിൻ്റെ പിള്ളേർ ചെറിയൊരു ഫൈറ്റാണ് കാണുന്നത് മോനെ. ADL പിള്ളേർ കണ്ടില്ല, പക്ഷേ ADL ലിക്വിഡാണ്. ലിക്വിഡ് പക്ഷേ ADL ഫേഡിൻ്റെ കാർ പൊടിച്ചിരുന്നു. ഹ്യൂമനും വേണ്ടി ഇന്നാകട്ടെ നമ്മുടെ ലിക്വിഡ് മാത്രമുണ്ട്. ലിക്വിഡിന് അടിക്കാൻ വേണ്ടി നമ്മുടെ KC ചേച്ചി നോക്കുന്നു. KC ചേച്ചി അത് നെയ്ഡ് അവിടെ കുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്തില്ല അറിയില്ല. KC ഭയങ്കര നെയ്ഡ് വെട്ടി മരിക്കാൻ ചാൻസ് ഉണ്ട്. അത് നെയ്ഡൊന്നും നിലത്തേക്ക് വീണിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. സോ S4ൻ്റെ ഒരു നൈസ് വൈപ്പാണ് അവിടെ പിള്ളേർ അത് വണ്ടി പിടിച്ച് ADL 2 പിള്ളേരും തീർത്ത്. അങ്ങനെ ADL പിള്ളേരെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പിള്ളേർ അവിടെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ ATC പിള്ളേരുണ്ട്. ATC പിള്ളേർ കുറേ നേരം സാറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് മറ്റവർ ഒളിച്ച് കളിക്കുകയാണ്. അത് മാൻ്റെ പിള്ളേരും T20 അണ്ണോൺ പോയാ. ATC മാത്രമേ ഉള്ളൂ ഇവിടെ ഗ്രൗണ്ടിൽ. ഈ അണ്ണോണിന് അടിച്ചു. ഈ അണ്ണോൺ അടിച്ച് കണ്ടില്ല. ക്ഷമിക്കണം ഗൈസ്, അണ്ണോൺ അടിച്ചായിരുന്നു. പക്ഷേ മൈറ്റിൻ്റെ പിള്ളേർ നമ്മുടെ ഈ പിള്ളേരും എക്സ്റ്റീരിയർ പിള്ളേരും DRC പിള്ളേരും ചെറിയൊരു ഫയർ എടുക്കാൻ ഞാനുണ്ട്. അതേ പോകുന്നു നമ്മുടെ ഹേഡീസ് അത് ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് മച്ചാനെ പിള്ളേർക്ക് ചാടിക്കയറി അടിക്കുകയില്ലെന്ന് കണ്ടറിയാം. ഇതെന്ത് തെറ്റി ഇങ്ങനെയൊക്കെ പോകണം. അത് എക്സ്റ്റീരിയർ പിള്ളേർ നൈസായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നു ചോദിക്കുന്നു. പക്ഷേ പിന്നിൽ നിന്ന് പിള്ളേർ ഉന്നം പിടിച്ചിരിക്കണം, അടിക്കണമെന്നില്ല. അത് ക്ലച്ച് കോഡ് 2 പേര് മാത്രം, ക്ലച്ച് കോഡും ഹേഡീസും മാത്രമാണുള്ളത്. ഇനി ഒരു ഫൈറ്റ് കാണണമെങ്കിൽ നമ്മുടെ മാനിൻ്റെ പിള്ളേരോ അല്ലെങ്കിൽ S4ൻ്റെ പിള്ളേരോ വിചാരിക്കണം. അല്ലാതെ വേറൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും പല സ്ഥലത്തും ഇരിക്കുന്നത്. നമ്മുടെ സോമനും പിള്ളേരോട് നൈസായിട്ട് പെട്ടിയല്ല ക്രേറ്റ് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൈസായിട്ട്. പക്ഷേ ശിവ ബ്രോ ADL പിള്ളേർ മൊത്തത്തിൽ തീർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത് 2 ADLോടെ പെട്ടി കിടക്കുന്നുണ്ട്. അതേ പെട്ടിയുണ്ട്. സോ ഇനി ആകെ വെറും 9 ടീം 33 പേര് ഇറാങ്കിലാണ്. ഇത്രയും വലിയ മാപ്പിൽ നമ്മുടെ ഇത്രയും വളരെ കുറച്ച് പേര് മാത്രമാണ്. പക്ഷേ ഇവിടെ ADL എക്സ്ട്രീ പിള്ളേർ കറങ്ങി കളിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് DRC പിള്ളേരുണ്ട്. DRC പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. S4ൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേർ ഇവിടെ. അതെ മൈറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ ADL പിള്ളേർ നൈസായിട്ട് വണ്ടിയൊക്കെ പോയിട്ട് അടിച്ച് പൊട്ടിച്ച് തീർത്താൽ നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേർ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നു. ഇത് മൈറ്റിൻ്റെ പിള്ളേർ മൈറ്റ് ടർബോ പോകുന്നുണ്ട്. ടർബോ നൈസായിട്ട് കറങ്ങി വരുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് S3 നമ്മുടെ ഷമ്മി അവിടെ നോക്കുന്നത്. ഷമ്മി നൈസായിട്ട് പിള്ളേർ കാണുന്നു, അടിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും പിള്ളേർ വഴി മാറി KC അത് മുമ്പിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. അത് പിള്ളേർ ചാടി ഇറങ്ങിയിട്ടുണ്ട്. മൈറ്റിൻ്റെ ടോക്സിക് ബോയ് അത് പിള്ളേർ കറങ്ങി വരുന്നു. അനുരാഗ് വേണ്ടിയിരിക്കുന്നു. മൈറ്റിൻ്റെ പിള്ളേർ അടിക്കുന്നു പിന്നിൽ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അത് മൈറ്റിൻ്റെ എല്ലാവരും തീർന്നിട്ട് 2 പേര് നോക്കാണ്. പക്ഷേ നമ്മുടെ മുകളിൽ നമ്മുടെ പിള്ളേരുണ്ട്. അത് മൈറ്റ് വരുന്ന KCയുടെ മുമ്പിലേക്കാണ് ചാടിയത്. പക്ഷേ KCക്ക് ഒന്നും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടോക്സിക് ബോയ് ഒരു ഹെൽത്തും പോയിട്ടില്ല. അത് S1 പിള്ളേർ അടിച്ച് തീർക്കുകയും കണ്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ തരുൺ പിന്നിൽ ഓടി വരുന്നുണ്ട്. അത് പിന്നിൽ നിന്ന് നമ്മുടെ M4 ടോക്സിക് ബോയ് കിടക്കച്ച് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ S4ൻ്റെ പിള്ളേർ നൈസായിട്ട് അടിക്കുകയില്ലെന്ന് കണ്ടറിയും. കാരണം മിനി ടോക്സിക് ബോയ് മാത്രമാണ് അത് നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട്. അത് അവിടെ താഴെ ഒരു നെയ്ഡുകളെല്ലാം വരുന്നുണ്ട്. അത് നെയ്ഡുകൾ ചെന്നവിന് വരുന്നത് അവിടേക്ക് ഒരു നെയ്ഡ്. പക്ഷേ ആ നെയ്ഡ് വന്ന് ടോക്സിക് ബോയ്ക്ക് നെയ്ഡ് നല്ല ഒന്നര നെയ്ഡ്. പക്ഷേ നമ്മുടെ തരുൺ കയറി വന്നില്ല. അത് KC ചേച്ചിയാണ് റബ്ബ് എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് നെയ്ഡ് ഇട്ട് കൊടുക്കുന്നു. KC അതിൽ തീരെയില്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു നെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ എനർജി ഡ്രിങ്ക് അടിക്കുന്നു. പക്ഷേ ആ നെയ്ഡ് വന്നിരിക്കുന്നു മോനെ. നെയ്ഡ് ടോക്സിക് ബോയ്ക്കുള്ള ഒരു നെയ്ഡ് വന്നിട്ടുണ്ട്. അതേ നെയ്ഡിൽ നമ്മൾ ഹെൽത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഫുൾ നെയ്ഡൊന്നും വരുന്നില്ല. അത് ഫുൾ ഡാമേജ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇനിയും നെയ്ഡുകൾ വരെ മച്ചൻ്റെ സ്ഥലം എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മച്ചൻ 1 vs 4 ആണ്. ക്ലച്ച് കിട്ടും. അത് പിള്ളേർ ക്ലച്ച് വരും എന്ന് കണ്ടറിയാൻ മോനെ. ഷമ്മിയോടെ നോക്കുന്നത് അത് നെയ്ഡുകൾ മാത്രം. എങ്ങും നെയ്ഡുകൾ KC ചേച്ചി അത് ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. അത് ഷമ്മി അപ്പുറത്ത് ഷമ്മി സൈക്കോ ആയിട്ടാണോ അത് മച്ചൻ അവിടെ നോക്കുന്നുണ്ട്. ഒരു തല കിട്ടാൻ വേണ്ടി അതൊരു മോളി വരുന്നുണ്ട്. ഷമ്മീനെ അടിച്ചിരിക്കുന്നു. പക്ഷേ മോളി വരുന്നു മാറിപ്പോയി. തരുണിൻ്റെ നല്ല കിടക്കാച്ചി അതൊരു കോക്കാച്ചി നമ്മുടെ ഹാലോവിൻ ബോക്സ് സൈഡ് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ S4ൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ മൈറ്റിൻ്റെ പിള്ളേർ തീർത്തുണ്ട്. മാൻ്റെ പിള്ളേർ കണ്ടില്ല, കുറേ നേരം ഇങ്ങനെ നിൽക്കണം. ഇവന്മാർ നെറ്റ് പോയതാണ്. അത് പിള്ളേർ എന്താ ചെയ്യണമെന്നില്ലാതെ വൈപ്പറിന് ഹെൽത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെ 1-2 വെടിവെച്ചുകൾ കേട്ട് കാണും. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അത് മോളികളൊക്കെ എടുത്തെറിയുന്നുണ്ട് പിള്ളേർ. കുറേ നേരം പിള്ളേരോട് ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണ്. സോ ഗൈസ് അത് നൈസായിട്ട് നമ്മുടെ S4ൻ്റെ പിള്ളേർ തീർന്നിരിക്കുന്നു. ഇനി അടുത്തത് എങ്ങോട്ട് പോകാം? ഇനി എവിടെയാണ് ഒരു ഫൈറ്റ് എടുക്കാൻ ചേർത്തത്? DRC പിള്ളേരും എക്സ്റ്റി പിള്ളേർ അവിടെ നിന്ന് വന്നിരിക്കുന്നു. മച്ചമർ പോകും. നമ്മുടെ മാനിൻ്റെ പിള്ളേർ നടുക്കി ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയർ പിള്ളേർ പോകുന്നുണ്ട്. അതെ ഇതെന്താ റെൻഡർ ഒന്നാവുന്നില്ല. ഈശ്വര പബ്ജി പോലും. ഓക്കെ ഗൈസ് അത് പിള്ളേർ അവിടെ നടിക്കുന്നുണ്ട്. വണ്ടിയിലേക്ക് ഒരു ബുള്ളറ്റ് പോലും വരുന്നില്ല. പിള്ളേർ നൈസായിട്ട് കണ്ടിട്ടുണ്ട്. മാൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തിരിക്കുന്നു. മാൻ്റെ പിള്ളേർ അടുത്തേക്ക് നമ്മുടെ എക്സ്റ്റീരിയർ പിള്ളേർ നൈസായിട്ട് വണ്ടി ഇടിച്ച് കുത്തിക്കാനുള്ള ശ്രമമാണോ? എല്ലാവരും നൈസായിട്ട് ഒരു സ്പോട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അത് സ്പോട്ട് ചെയ്ത് വണ്ടി കൊണ്ട് സൈഡിൽ നിർത്തി നൈസായിട്ട് ഒരു പുഷ് നമുക്ക് പ്രതീക്ഷിക്കാം. പിള്ളേർ വണ്ടി കൊണ്ട് ഇടിച്ച് നിർത്തിയിരിക്കുന്നു. പിള്ളേർ പിന്നിൽ നിറയ്ക്കുക. അതെല്ലാവരും ബാഗ് ഉണ്ട്. സീറ്റിൻ്റെ പിന്നിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ കളിക്കുടുക്ക ആനക്കുട്ടി, നമ്മുടെ കൂടെ സ്വന്തം കളിക്കുടുക്കര ആനക്കുട്ടി ഇവിടെ ഉണ്ട്. അതേ സത്യം ഈ ബാഗ് കൊണ്ട് നിൽക്കാതെ കളിക്കുടിക്കൊക്കെ ഓർമ്മ. മാൻ്റെ പിള്ളേർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കുന്നുണ്ട്. പക്ഷേ പിള്ളേരെല്ലാം താഴെയുള്ള കാര്യം പിള്ളേർ മറന്നിട്ടു. എക്സ്ട്രീ ഹേഡീസ് ഇവിടെ ഇവിടെ ഉണ്ട്. എക്സ്ട്രീ ഹേഡീസ് അത് നൈസായിട്ട് കയറി വരുന്നു മാൻ്റെ പിള്ളേരുടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാം നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും? മുന്നത്തെ ഡിന്നറപ്പോൾ ആര് കൊണ്ടുപോകും മക്കൾ? എല്ലാവരും സോണിൻ്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. 8 പേരും 29 പേര് മാത്രം. 8 ടീമും 29 പേര് മാത്രമുള്ളത്. നമ്മുടെ മാൻ്റെ കുറേ നേരം അടിക്കാൻ നിൽക്കുന്നുണ്ട്. അത് എക്സ്റ്റീരിയർ പിള്ളേർ മാൻ്റെ പിള്ളേർ ചെറിയൊരു ഫൈറ്റ് കാണാൻ പറ്റും. ക്ലച്ച് കൂടെ ക്ലച്ച് ചെയ്യാൻ പോകുന്നതാണ്. അത് 1 vs 4 ക്ലച്ചാണ്. അത് പിള്ളേർ മോനെ ചാടുന്നു. സോമൻ ചാടി വണ്ടിയിലേക്ക് ചാടിയിരിക്കുന്നു. സോമൻ അടിച്ച് നോക്കാക്കോ ഇല്ലെന്ന് കണ്ടറിയാം. അത് ക്ലച്ച് കൂടെ നൈസായിട്ട് അടിച്ചിട്ട് പോകുന്ന ശ്രമം വരുന്നു. പക്ഷേ നൈസായിട്ട് പുള്ളി നിലത്തേക്ക് കൊണ്ടുണ്ട്.
ഡിമിട്രിയസും പിള്ളേർ മുകളിലുണ്ട്. അത് എന്തും ഉണ്ടാവുന്നുണ്ട്. സോമൻ നൈസ് ഡിമിട്രിയസ് താഴെയുണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് ഒരു അടി നമുക്ക് പ്രതീക്ഷിക്കാം. ഡിമിട്രിയസ് ഓടിപ്പോയിരിക്കുന്നു. പക്ഷേ താഴെ നമ്മുടെ ക്ലച്ച് കോഡുണ്ട്. പോസ്റ്റ് നൈസായിട്ട് നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നു. ആ നെയ്ഡിൽ ആർക്കാണ് മോനെ ആ നെയ്ഡ് പോകുന്നത്? ആ നെയ്ഡിൽ നമ്മുടെ സോമൻ പിടിക്കുന്നു. പോസ്റ്റൈഡിൻ്റെ കിടക്കാച്ചി നെയ്ഡിൽ നമ്മുടെ പക്ഷേ താഴെ നമ്മുടെ ഡിമിട്രിയസ് അത് അടിക്കുന്നു. ഡിമിട്രിയസ് അവിടെ നൈസായിട്ട് അടിക്കുക. എക്സ്ട്രാ പ്ലെയർസ് യൂസോ MRC യൂസോ അതേപോലെ സൈഡിൽ നിന്ന് നമ്മുടെ ഡിമിട്രിയസിൻ്റെ 1vs4 ഡിമിട്രിയസ് നൈസായിട്ട് ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. എക്സ്റ്റി ഇവിടെ പിന്നിൽ നിന്ന് അടിക്കുന്നു മോനെ. MRC സോൺ മോനെ. എക്സ്റ്റിയുടെ കില്ല അപ്പം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ എക്സ്റ്റി ഇനി ആരുണ്ട്? തീർന്നാ? ഇല്ല, എക്സ്റ്റി ഹെയ്ഡ്സ് മാത്രമുണ്ട് ഇവിടെ. റെവ് എടുത്തിട്ടുണ്ട് ഹെയ്ഡ്സ് ഇവിടെ. ഒറ്റയ്ക്ക് നമ്മുടെ സ്യൂസും ഹെയ്ഡ്സും മാത്രമാണുള്ളത്. അതേ പിള്ളേർ നൈസൊരു ഗണ്ണ് നെയ്ഡ് കുക്ക് ചെയ്ത് പിടിക്കുന്നു. അത് നമ്മുടെ പക്ഷേ ഹെയ്ഡ്സിൻ്റെ അത് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നെയ്ഡ് വേണ്ട. നെയ്ഡിൽ ആരെങ്കിലും പൊട്ടോമോനെ കിടക്കാച്ചി നെയ്ഡ് രണ്ടുപേരാണ് തീർന്നത്. രണ്ടുപേർ തീർന്നു. ഡിമിട്രിയസ് മാൻജാക്കും തീർന്നിരിക്കുന്നു. ഇനി സോന് മാത്രമുണ്ട്. സോനത് നോക്കുന്നു. സോനു അത് നൈസ് അടിക്കുന്നു. രണ്ടുപേരുള്ള കാരണം സോൻ മോനെ ഒരാൾ മാത്രം ഇനി മാനിൽ. ഇനി സോമൻ മാത്രമാണ്. സോമൻ എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞു. സോമൻ അത് റബ്ബ് എടുത്തുകൊണ്ടിരിക്കുന്നു. റബ്ബുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? എല്ലാവരും മെഡ് അടിക്കുന്നത്. ഡിമിട്രിയസ് ഉണ്ട് നമ്മുടെ രാജാവ്, ലീഡറാണ്. മാൻ്റെ ലീഡറിനെ അത് റബ്ബ് എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിള്ളേർ കയറി വരുന്നുണ്ട്. കയറി ഒന്ന് അടിക്കോ? അതാ മച്ചനോട് ബ്ലോക്കായി ഇരിക്കുന്നു. മോനെ പിന്നിൽ നടിക്കുന്നു. പിള്ളേർ ഒറ്റയ്ക്കുള്ള അടിയാണ് ശ്രമം. അത് ഓൾറെഡി നോക്കിയിട്ടിരിക്കുന്നു മോനെ. പക്ഷേ തീർന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ആരാണ് സോമന് ഒരു നോക്കിട്ടു. പക്ഷേ കാര്യമുണ്ടായില്ല. അപ്പം തന്നെ പിള്ളേർ കയറി അടിക്കുകയും ചെയ്തു. പിള്ളേരോടോ അതാണ് ഈ നോക്കൊക്കെ എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൈസായിട്ട് അവിടെ നമുക്ക് വഴി ബ്ലോക്കായി പോകും. അപ്പോൾ കണ്ട മച്ചാൻ നൈസായിട്ട് ഡോറിനെ വിളിക്കുന്നത് ചാടി വന്ന്. അത് കാരണം നമ്മുടെ എക്സ്ട്രാ പിള്ളേർക്ക് നൈസായിട്ട് അടിക്കാൻ പറ്റിയത് 4 പേര് അടിച്ചിരിക്കുന്നു. പക്ഷേ ഇവർ 2 പേര് എക്സ്ട്രാ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാൻ്റെ ഉള്ളവർ കുറേ നേരം ലീസർ അവിടെ ഇരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നടത്തും. നമ്മുടെ പിള്ളേർ നമ്മുടെ ഹേസ്റ്റിൻ പിള്ളേർ നൈസായിട്ട് കുറച്ച് പേര് തീർത്തിട്ടുണ്ടായിരുന്നു. അതേ നമ്മുടെ റിയോ പോയെങ്കിലും അവിടെ 3 പേര് തീർത്തിട്ടുണ്ട്. അതേ മച്ചമ്മനോട് ഒരു വീട്ടിൽ കട്ട DVP ആണ്. മച്ചമ്മയുടെ ആരെങ്കിലും കാണില്ല അടിക്കാൻ. പക്ഷേ തൊട്ടപ്പം എസ്പോറിൻ്റെ പിള്ളേർ എന്താണ് മച്ചാൻ ഈ ക്രേറ്റ് നോക്കിയിരിക്കുന്നതാണ്. കുറേ നേരം മറ്റേ അവിടെ ക്രേറ്റൊക്കെ നോക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാൻ്റെ ഉള്ളിൽ അവിടെ ഒരു അടി നടക്കുമോ? കുറേ നേരമായി ഈശ്വര. 80 പിള്ളേർ മാൻ റിഫ്ലെക്സ് ആയിട്ട് മോനെ ഒറ്റയ്ക്കാണ്. അത് നമ്മുടെ പിള്ളേർ കയറി വരുന്നു. അടിക്കാൻ ശ്രമമാണ്. അത് പിന്നിൽ 2 പേര് വന്നിരിക്കുന്നു. ഒരാൾ വന്നു. അപ്പം 2 പേര് അടിച്ചിരിക്കുന്നു. പിന്നിൽ നിന്ന് അടിക്കരുത്. അവൻ്റെ അടികൾ വരുന്നു. അതിൻ്റെ നോക്കുകൾ വീഴുന്നു. മോനെ നമ്മുടെ 80 നോക്കുള്ളത് വീഴുന്നു. അത് അടിക്കുന്നു മോനെ. DP 25 പിള്ളേരുണ്ട്. അത് പിന്നിൽ വരുന്നു. DP അടിക്കുന്നു. വാമ്പയർ അടിക്കുന്നു മോനെ. 80 ഒരു പുഷായിരുന്നു. പക്ഷേ ചീറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ മാൻ്റെ നൈസായിട്ട് അടിച്ച് തീർത്തിരിക്കുന്നു. അതേ മാൻ്റെ കിടക്കാച്ച് വൈപ്പിൾ നമുക്ക് കണ്ടിരിക്കുന്നു. 80 പിള്ളേർ നൈസായിട്ട് തേച്ചൊട്ടിച്ചുണ്ട്. നമ്മുടെ മാൻ്റെ പിള്ളേർ എത്ര പേര്? 4 T2 2 പേരും നമ്മുടെ 80 4 പേരും ആക്കിക്കൊണ്ട് നമ്മുടെ പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു ഫൈറ്റ് കാണണമെങ്കിൽ ഇനി ആകെ 6 ടീമും 20 പേര് മാത്രമാണുള്ളത്. ആരൊക്കെയാണ് ഇനിയുള്ളത് നമുക്ക് കണ്ടറിയാം. ഗ്രൗണ്ടിൽ നോക്കാം. ഗ്രൗണ്ടിൽ ഓവറോൾ ഇറങ്ങിയിട്ട് ഹേസ്റ്റ് പ്രൊഫസറും പിള്ളേരും ഉണ്ട്. അതേ പ്രൊഫസറും പിള്ളേരും നമ്മുടെ BLSൻ്റെ കോബറയും പിള്ളേരും നൈസായിട്ട് കാറിലാണ് മോനെ. രാജകീയമായി കാറിൽ പോകുന്നുണ്ട് പിള്ളേർ. അതേ മോനെ ടെറർ കാറിലാണ്. 3 വണ്ടിയിലാണല്ലോ ഈശ്വര. അതേ S4 പിള്ളേരുണ്ട് തൊട്ട്. അതേ S4 പിള്ളേർ പാൻ ഫൈറ്റാണ് നടത്തുന്നത്. എന്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ പിള്ളേർ നൈസായിട്ട് ഡാൻസ് കളിക്കുന്നു മോനെ. പിള്ളേരോട് കട്ട് ഡാൻസുള്ള നമ്മുടെ S4 പിള്ളേർ KC ചേച്ചിയും പിള്ളേരും നൈസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് പിള്ളേർ ആരെയും കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് S4 ഇതുവരെ എത്ര പേര് തീർത്തു? 7 പേര്. 2 സ്ക്വാഡിനാണ് തീർത്തിരിക്കുന്നത്. ഇനിയും നോക്കാം. ഇനിയും സ്ക്വാഡ് മച്ചമരുന്ന് ഡിന്നർ അടിക്കില്ല. നല്ല ബ്രേക്ക് ഡാൻസിലാണ് കളിക്കുന്നത്. ഇനി നമുക്ക് അടി നടക്കാൻ ചാൻസ് DRC ജോക്കറിൻ്റെ പിള്ളേരാണ്. DRC പിള്ളേർ അത് നൈസായിട്ട് നമ്മുടെ പ്രൊഫസറിൻ്റെ പിള്ളേർ എഴുതി പോകുന്നു. പ്രൊഫസറിൻ്റെ പിള്ളേരായിട്ട് നൈസായിട്ട് ചെറിയ ഫൈറ്റ് കാണാൻ പറ്റുമായിരിക്കും. ടോക്കിയോ ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ഉസിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നല്ല ഓപ്പണിൽ നമ്മുടെ DRC പിള്ളേർ 2 പേര് ഒരേ ലൈൻ ഓടി വന്നു. എന്നിട്ട് പോലും നമ്മുടെ ടോക്കിയോ ചേച്ചിക്കുന്നത് നെറ്റ് പോയതാന്ന് തോന്നുന്നുണ്ട്. അത് പിള്ളേരോട് കിടക്കുന്നുണ്ട്. താഴെ ബെർലിൻ അതൊരു തല കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. M4 സ്പ്രേ തരാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ട്. പിള്ളേർ അത് നൈസായിട്ട് പോകുന്നു. അതേ കളികൾ ഡിമിട്രിയസ് വന്നിട്ടുണ്ട്. അതേ വേറെ ഹൈ ബ്രോ എല്ലാവർക്കും അതുൽ വിനോദ് മാൻ പിള്ളേർ വന്നിരിക്കുന്നു. മോനെ ഇനി എന്താണ് മോനെ? ഡെഡ് പോൾ DRC പിള്ളേരാണ്. DRC പിള്ളേർ ഒരു തല കെട്ടാൻ വേണ്ടി നോക്കുന്നു. ഷാഡോ അവിടെ നോക്കുന്നുണ്ട്. ഏതൊക്കെ വീടുകളിലാണ് പിള്ളേരിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ ആരാണ് S4 പിള്ളേരാണ് നൈസായിട്ട് വെടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി ഇരിക്കുന്നതൊക്കെ 3 പേര് നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തത് ടിങ് നല്ല രസമുണ്ട് കാണാൻ. അതായത് 3 പേരും ഒരേ ലൈനിൽ ഒരു നേട് വന്നാൽ തീരെ മതിയുള്ളൂ. പക്ഷേ എക്സ്ട്രാ പിള്ളേർ വരുന്നു. സൈഡിലൂടെ വരുന്നുണ്ട്. പിള്ളേർ അത് അപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. അതേ നമ്മുടെ 4 സ്ക്വാഡുകൾ ഒരേ സമയം ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന നൈസായിട്ട്. എക്സ്ട്രയുടെ 2 പേര്. നമ്മുടെ ടോക്കിൻ്റെ 2 പേർ. പക്ഷേ S1 പിള്ളേർ എവിടെയല്ല, ദൂരെയാണ്. ഈശ്വരത എവിടെയാണ് സ്ഥലം? ശിവനെ സ്ഥലം
അത് എക്സ്ട്രാ പിള്ളേർ ഒരു സൈഡ് മോനെ ഇവിടെ നിന്ന് അടി തുടങ്ങിയ എക്സ്ട്രാ പിള്ളേർ നൈസായിട്ട് AWM അടിക്കാനുള്ള ശ്രമം DRC ജോക്കർ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്യൂസ് അത് മോനെ ഓക്കെ വെച്ച് അടിക്കാനുള്ള ശ്രമമാണ്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. തൊട്ടപ്പുറത്ത് നമ്മുടെ ടോക്കിയെ പ്രൊഫസറും പിള്ളേർ ഇരിക്കുന്നുണ്ട്. അത് നൈസായിട്ട് അത് DRC GS അടിക്കാനുള്ള ശ്രമമാണ്. അത് നൈസായിട്ട് നല്ല ലിറ്റാണ് ടാഗ്, പക്ഷേ നോക്കിടാൻ പറ്റിയില്ല. പക്ഷേ ബെർലിനും പിള്ളേർ അത് നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. ബെർലിൻ അല്ല സ്ഥലം പോലും മാറിയിട്ടില്ല ഈശ്വര. എക്സ്ട്രീസ് വീട് മാറിയിട്ടുണ്ട്. നൈസായിട്ട് അതൊരു നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആ നെയ്ഡ് അവിടെ എത്തില്ലെന്ന് കണ്ടറിയിക്കാതെ ഒരു ദൂരെ ഹൈറ്റിലൂടെ ഒരു നെയ്ഡ് പോകുന്നുണ്ട്. അത് പക്ഷേ ആ സ്റ്റിച്ച് പൊട്ടിയിരിക്കുന്നു. ആ നെയ്ഡ് എന്ത് പറ്റി ബ്രോ? അത് മോനെ ബെർലിൻ അടിച്ചിട്ടുണ്ട്. ഷമിയുടെ നൈസ് സ്നൈപ്പിംഗ് ആണ്. പിള്ളേരത് ലോങ് റേഞ്ച് അടിക്കുന്നു, പക്ഷേ അവിടെ ബെർലിൻ വീണുണ്ട്. അത് നൈസായിട്ട് AWM വെച്ചുള്ള റെഡിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ DRC നൈസായിട്ട് കണ്ടിരിക്കുന്നു. DRC പക്ഷേ അടിക്കുന്നില്ല. പക്ഷേ S4 പിള്ളേർ നൈസായിട്ട് BL മോനോടെ പോരിഞ്ഞടിയാണ്. എല്ലാവരും അങ്ങോട്ട് പഠിക്കുന്ന ഹേസ് ബെർലിനായിട്ട് നോക്കിയിട്ടുണ്ട്. ബെർലിൻ നോക്കട്ടെ എക്സ്റ്റീരിയർ പിള്ളേർ ജസ്റ്റ് മിസ് ആണ് ഗൈസ്. അവിടേക്ക് DRC വിളിച്ചു, പക്ഷേ നെയ്ഡുകൾ കാണുന്നുണ്ട്. എക്സ്റ്റീരിയർ പിള്ളേർ കയറി പോകുന്ന മുകളിൽ ഹെയ്ഡിസ് കയറി പോകുന്നത് മോനെ ടോക്കി ഒറ്റയ്ക്ക് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നമ്മുടെ ടോക്കി എക്സ്റ്റീരിയർ പിള്ളേർ നൈസായിട്ട് ഹെയ്സിനുള്ളിൽ എത്തിരിക്കുന്നു. പക്ഷേ അപ്പുറത്ത് നമ്മുടെ DRC പിള്ളേർ അടിക്കുന്നുണ്ട്. അതേ നൈസായിട്ട് ഗൈസ് നൈസായിട്ട് മിസ് ആയിട്ടുണ്ട്. എക്സ്റ്റീരിയർ പിള്ളേർ നൈസായിട്ട് വൈപ്പാണ് ചെയ്ത് 2 vs 3 ആയിരുന്നു. പക്ഷേ പിള്ളേരെല്ലാം നൈസായിട്ട് അടിച്ചിരിക്കുന്നു. അവിടെ DRC പിള്ളേർ അടിച്ച് ലിറ്റാക്കുന്ന കാഴ്ചകൾ നമുക്ക് അത് എക്സ്ട്രീ, പക്ഷേ DRC അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു നേടിന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാമോ ഇല്ലെന്ന് കണ്ടിരിക്കുന്നു. അപ്പുറത്തെ S4 പിള്ളേർ നമ്മുടെ BLS ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ പക്ഷേ റെബ് എടുക്കാനുള്ള ശ്രമമാണ്. റെബ് എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ മാനിൻ്റെ പിള്ളേർ പിന്നിലുണ്ട്. അത് ഇവിടെ എന്താണ് നമ്മുടെ സ്മാർട്ടിൻ നൈസായിട്ട് അത് നമ്മുടെ മീനി വെച്ച് അടിക്കാൻ ശ്രമമാണ് സോമനി. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അത് വല്ല പിള്ളേർക്ക് വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പിള്ളേർ മാൻ്റെ പിള്ളേർ അടിക്കുന്ന മാൻ റിഫ്ലെക്സ് വൈറ്റ് അവിടെ വേണ്ടിയിട്ടുണ്ട്. അത് മാൻ്റെ പിള്ളേർ ഇടിച്ച് കുത്താൻ പറ്റുന്നു. BLS പിള്ളേർ ഇടിച്ച് കുത്താൻ ശ്രമമാണ്. അത് BLS പിള്ളേർ വരുന്ന കാണില്ലല്ലോ. താഴെ നമ്മുടെ വേറെ ആരുമല്ല BLS റൈഡൻ ആണ്. റൈഡൻ അത് ഒറ്റയ്ക്ക് വന്ന് നൈസായിട്ട് കില്ലുകളൊക്കെ കോൺഫിഡൻസ് പോകുന്നത് ഞാൻ തീർന്നു. അതായത് മുകളിൽ ഇനി മാൻ്റെ റിഫ്ലെക്സ് മാത്രം മുകളിലേക്ക് BLS റൈഡൻ കയറി പോകുകയില്ലെന്ന് കണ്ടറിയിരിക്കുന്നു. മച്ചം ബാൻഡേജ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് മുകളിൽ ഇനി 2 പേരും കൂടി ഉണ്ട്, 2-3 പേരും കൂടി ഉണ്ട്. അത് ചാടി വരുന്നു. ആരാണ് ജോക്കറായിട്ട് ഒറ്റയ്ക്ക് അടിക്കുന്ന ശ്രമമാണ് നൈസായിട്ട്, പക്ഷേ അടിച്ചിട്ടുണ്ട്. BLS റൈഡൻ്റെ കിടക്കാച്ചി കില്ലുകളാണ് ഓൾറെഡി മോനെ. BLS 10 കില്ലോട് കൂടി നമ്മുടെ BLS DRS അവിടെ നോക്കിയിട്ടുണ്ടിരിക്കുകയാണല്ലോ ഈശ്വര. മുകളിലേക്ക് ആര് പോകുമെന്ന് കണ്ടറിയാം മോനെ. ഇവിടെ ഗ്രൗണ്ടിൽ റൈഡൻ 4 കിലോട് ഒരു BLSൻ്റെ പിള്ളേർ ഒന്ന് കിടക്കാച്ചി കളിയാണ്. എന്ത് പറയുന്നില്ല, പിള്ളേർ ഭയങ്കര കളി അടിയാണ് മോനെ. സ്മോക്കുകൾക്ക് വീഴുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. പിള്ളേർ അതാ BLS റൈഡൻ്റെ മുകളിലേക്കുള്ള പോകാനുള്ള ശ്രമമാണ്. BLS റൈഡൻ മുകളിലേക്ക് പോകുന്നു. നമ്മുടെ പിള്ളേർ അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ മോനെ FPP-ലിട്ട് അടിക്കാനുള്ള ശ്രമമാണ് BLS റൈഡൻ നടത്തിയത്, പക്ഷേ നടന്നില്ല. മോനെ റിഫ്ലെക്സ് വൈഡിനെ കിടക്കാണ്. പക്ഷേ റിഫ്ലെക്സ് വൈഡ് എവിടെയെന്ന് അറിയില്ല. FPP-ലായതുകൊണ്ടാണ്. പക്ഷേ പിള്ളേരോട് ആരൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട്. അത് പിള്ളേർ മൊത്തം തീർന്നിരിക്കുന്നു. മോനെ ഷെമ്മി അവിടെ നൈസായിട്ട് എക്സ്റ്റീരിയർ പിള്ളേർ അടിക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ പിള്ളേർ തീർന്നിട്ടുണ്ടോ ഇല്ലെന്ന് കണ്ടറിയാം. ഇല്ല, ഹെയ്ഡിസ് മാത്രമാണുള്ളത്. ഹെയ്ഡിസ് ഒറ്റയ്ക്കാണ്. അല്ല, ഹെയ്ഡിസ് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്. S4 ലൈനായതുകൊണ്ട് ഷെമ്മി S4 BLS റൈഡ് മാൻ റിഫ്ലെക്സിന് അടിച്ചേ. ഇപ്പോഴാണ് അടിച്ചേ. അങ്ങനെ S4 പിള്ളേർ കറങ്ങാണ് പോകുന്നത്. പക്ഷേ XT ഇവിടെ എന്താണ് ചെയ്യുന്നത്? അതെ, പിള്ളേരെല്ലാം നൈസായിട്ട് ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ S4 പിള്ളേർ നേരെ കറങ്ങാൻ പോകുന്നത് നേരെ നമ്മുടെ BLSൻ്റെ അടുത്തേക്കാണ്. BLSൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു അടി കാണാൻ പറ്റും. മാൻ്റെ പിള്ളേർ അങ്ങനെ തീർന്നിരിക്കുന്നത്. അങ്ങനെ മാൻ്റെ 2 ടീമുകൾ തീർന്നു. പക്ഷേ ഇവിടെ നമ്മുടെ BLSൻ്റെ പിള്ളേർ മുകളിൽ നിന്ന് അടിക്കും. അത് അടിക്കുന്നു മോനെ. BLSൻ്റെ പിള്ളേർ S4 അടിക്കുന്നു. പക്ഷേ S4 പിള്ളേർ അതൊന്നും വകവയ്ക്കാതെ സോണിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ റെഡ് സോണാണ് മോനെ. വണ്ടി അത് തലകുത്തി മറിയുന്ന കാഴ്ചകളാണ്. പിള്ളേർക്ക് അത് ബുള്ളറ്റുകൾ വെടികൾ കിട്ടുന്നുണ്ട് നൈസായിട്ട്. 1-2 പക്ഷേ പിള്ളേർ കിടക്കാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കിടക്കണമെന്ന് അറിയില്ല മോനെ. നല്ല കിടക്കാച്ചി സ്പ്രേ ആണ് നമ്മുടെ പിള്ളേർ അടിക്കുന്നത്. S4 മോർച്ചാണ് അടിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ പിള്ളേർ. കോബ്രയുടെ ലൂട്ടുണ്ടല്ലോ. ആരപ്പോൾ സ്പ്രേ ആണ്? സ്മാർട്ട് കോബ്രയാണ് നൈസായിട്ട് മോനെ. M4 നൈസ് സ്പ്രേകളാണ് ഇടുന്നത്. അത് കിടക്കാച്ചി മറ്റേ FPP-ൽ അടിക്കുന്നു. അതേ നമ്മുടെ സ്മോക്ക് കിട്ടുന്നുണ്ട്. അതേ നൈസായിട്ട് നമ്മുടെ മോച്ചോനെ കില്ല് കൺഫേം ചെയ്യുന്ന ശ്രമമാണ്. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ അവിടെ ആരുമില്ല. പിള്ളേർ വണ്ടിയൊക്കെ എടുക്കുന്നു. അതേ നമ്മുടെ കോബ്ര വണ്ടിയൊക്കെ എടുത്ത് ഇടിച്ച് കുത്താനുള്ള ശ്രമമാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഈശോ കോബ്ര അത് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ S4 പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയിരിക്കുന്നു. S4 പിള്ളേർ നൈസായിട്ട് റബ്ബൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേസി ചേച്ചി അത് M4 ഒക്കെ എങ്ങോട്ടാണ് പോകുന്നുണ്ട്. S4 മോനെ പിള്ളേരൊക്കെ S4 അങ്ങനെ നമ്മുടെ S4 പിള്ളേർ BLS പിള്ളേർ നൈസായിട്ട് ബുദ്ധി കളിച്ച് വണ്ടിയുമായി പോകുന്നു. എല്ലാവരും സ്മാർട്ട് മാർഷൻ എന്നത് ഇങ്ങനെ FPP കളിക്കുന്നത്. പക്ഷേ താഴെ എക്സ്റ്റീരിയർ പിള്ളേരായിട്ട് ചെറിയൊരു ഫൈറ്റ് നമ്മൾ കാണുന്നത്. 1 vs 4 ആണ്. പിള്ളേർ കൺഫേം ചെയ്ത ഈശ്വരാ. എക്സ്റ്റീരിയർ പിള്ളേരെ തീർത്തുകൊണ്ട് നമ്മുടെ DRCയുടെ പിള്ളേർ. ഇനി പിള്ളേർ 3 സ്ക്വാഡുകൾ മാത്രമാണുള്ളത്. അതേ നമ്മുടെ S4 പിള്ളേർ, നമ്മുടെ DRCയുടെ പിള്ളേർ, പിന്നെ BLSൻ്റെ പിള്ളേർ. അങ്ങനെ മൊത്തം അത് സ്മോക്കുകളും എല്ലാം വാരിയിട്ടുമാണ് നമ്മുടെ ഷമ്മി പോകുന്നുണ്ട്. പക്ഷേ ഷമ്മി ഇടുന്ന സ്മോക്കിന് പകരം എന്താ പറയുക നേടുകൾ ഉണ്ടാവേണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പിള്ളേർക്ക് അത് കിടക്കാച്ചട്ടിയാണ് മൂന്ന്. അവിടെ നിന്ന് അടിക്കുന്നത് നമ്മുടെ BLSൻ്റെ പിള്ളേർ നൈസായിട്ട് സ്പ്രേ ചെയ്യാനുള്ള ശ്രമമാണ്. അത് മാർഷിൻ്റെ സ്പ്രേ ആണ് നമ്മൾ കണ്ടത്. മാർഷൻ നൈസായിട്ട് നോക്കുന്നുണ്ട്. അതേ M4 വെച്ച് നമ്മുടെ 4X വെച്ച് അടിക്കാനുള്ള ശ്രമമാണ്.
പക്ഷേ കാണില്ല മച്ചാൻ എന്താ ഫുൾ FPBയിലാണല്ലോ കളിക്കുന്നത്, എന്ത് പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അങ്ങ് ദൂരെ നമ്മുടെ S1 പിള്ളേർ അടിക്കുന്നത്. പക്ഷേ താഴെ നമ്മുടെ ഒരു DRC പിള്ളേർ അടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആരാണ് അടിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മുടെ കോബ്ര സ്പ്രേ ചെയ്യുന്നുണ്ട്. കോബ്രയുടെ സ്പ്രേ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ താഴെ നമ്മുടെ DRC പിള്ളേർ അടിച്ചുകൊണ്ട് പിള്ളേർ പക്ഷേ ബുള്ളറ്റുകളൊക്കെ തീരുന്നുണ്ട്. അത് ചുമ്മായിട്ട് അടിക്കണം, 3x വെച്ച് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അവിടെ നമ്മുടെ S4 പിള്ളേർ നൈസായിട്ട് കട്ട TPP ആണ് എടുത്തിരിക്കുന്നത്. താഴെ പക്ഷേ DRC പിള്ളേർ അടിക്കോ ഇല്ലെന്ന് കണ്ടറിയാൻ DRC. പക്ഷേ സോളോമോൻ തീർന്നിട്ടുണ്ട്. എന്താണത് അവിടെ എന്തൊക്കെ അടിക്കുന്നുണ്ട്? അതേ സ്മോക്കുകളൊക്കെ കോരി നമ്മുടെ S4 പിള്ളേർ നൈസായിട്ട് അത് സ്മോക്കൊക്കെ എടുക്കുന്നുണ്ട്. പിള്ളേരാരും മടിക്കുന്നില്ല ജീപ്പിലേക്ക്. പക്ഷേ പിള്ളേരുടെ വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണ്. നമ്മുടെ ആരാണ് മോൻ ഇവിടെ നടി വരുന്നുണ്ട് പൊളിയായിട്ട് നൈസായിട്ട് അത് തരുൺ ആരൊക്കെ അടിക്കുന്നുണ്ട്. S4 പിള്ളേർ പക്ഷേ വണ്ടി എടുത്ത് പുഷ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് പിള്ളേർ കയറുന്നില്ല, അതേ അടിക്കുന്നുണ്ട്. ഷമ്മി വണ്ടിയിലേക്ക് കയറുന്നില്ല. ഷമ്മി എന്തുകൊണ്ട് വണ്ടി കയറാത്ത അറിയില്ല. പക്ഷേ പിള്ളേർ ഇവിടെ നൈസായിട്ട് DRC പിള്ളേർ അടിക്കുന്നു ഒരേ സമയം. പക്ഷേ അപ്പുറം നമ്മുടെ S1 പിള്ളേർ നൈസായിട്ട് മല കയറാനുള്ള ശ്രമമാണ്. മല കയറി അപ്പുറത്തോടെ കറങ്ങി വരാൻ, കാരണം സോണിൽ ഒരാളുമില്ല. പിള്ളേർ നൈസായിട്ട് സോൺ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താഴെ നമ്മുടെ DRC പിള്ളേർ വരുന്നുണ്ട്. DRC പിള്ളേർ കാർ കൊണ്ട് ഇടിച്ച് കുത്താൻ പോകും. നമ്മുടെ S4 പിള്ളേർ അടിക്കുന്നത്. S4 പിള്ളേർ ഒരു സൈഡിലൂടെ വരുമ്പോൾ DRC പിള്ളേർ മോനെ ഇടിച്ച് വണ്ടിയിലേക്ക് അടിച്ച് ഓടിക്കാനുള്ള ശ്രമമാണ്. പോരി 1 vs 4 ആണ്. പക്ഷേ ഇവിടേക്ക് പല നോക്കുകൾ വീഴുന്നു. DRC 2 നോക്കുകൾ വീണപ്പോൾ അവിടെ S4 ഒരു നോക്ക് മാത്രം വീണത്. MK അത് ഓട്ടിൽ അടിക്കണം. MK ഓക്കെ ഇട്ട് അടിക്കാനുള്ള ശ്രമമാണോ? പക്ഷേ ഒരു ബുള്ളറ്റ് പോലും കണ്ടില്ല. KC വേണ്ടിയിരിക്കുന്നു. പക്ഷേ DRC ഡെഡ് പുൾ രണ്ടുപേർ അടിച്ചിട്ട് രണ്ടുപേർ അടിച്ചിടാൻ പറ്റിയ നൈസായിട്ട് നമ്മുടെ S1 പിള്ളേർ നൈസായിട്ട് വൈപ്പ് ചെയ്തിരിക്കുന്നു. ഇനി വെറും 2 പേർ മാത്രം. പക്ഷേ BLS പിള്ളേർ പോകുന്നു. BLS പിള്ളേർ നൈസായിട്ട് ഇപ്പോൾ പുഷ് ചെയ്യാൻ കിട്ടിയ നൈസായിട്ട്. പക്ഷേ BLS പിള്ളേർ പുഷ് ചെയ്തില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ഇടിച്ച് കുത്താൻ പോകുന്നു. BLS വായിലേക്കാണ്. അത് BLS മുമ്പിൽ പോയി ഇടിച്ച് നിർത്തി. സോറി ഗൈസ്, ഇത് BLS ടീമിനെ ഞാൻ സ്പെക്ക് ചെയ്ത കാര്യം ഞാൻ മറന്നു പോയിരിക്കുന്നു. ഇനി നമ്മുടെ S4 പിള്ളേരും BLS പിള്ളേരും മാത്രമാണ്. അത് ആരാണ് പോകുന്നത്? നമ്മുടെ റൈഡൻ നൈസായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ തൊട്ടവിടെ S1 പിള്ളേരുണ്ട്. S1 പിള്ളേർ എല്ലാവരും നൈസായിട്ട് BLS റൈഡിന് അടിക്കാനുള്ള ശ്രമമാണ്. അത് വണ്ടി കത്തിച്ചിരിക്കുന്നു. വണ്ടി കത്തിച്ച് കവറൊക്കെ റെഡിയാക്കി വെച്ച് നമ്മുടെ S4 പിള്ളേരാണ്. അതേ S4 എല്ലാവരും ഒരേ സോണിൽ നിൽക്കുന്നു. AK മേലെ നമ്മുടെ MK ഇട്ട് ഓട്ടോയിലിട്ട് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നടക്കുന്ന റൈഡൻ വണ്ടി ഇങ്ങോട്ട് വരുന്നു. പക്ഷേ S4 മാർഷിനെ അടിച്ച് നോക്കി വെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മാർഷൻ വീണ്ടുണ്ട്. പക്ഷേ അവിടെ ഓൾറെഡി ഒരു നോക്ക് വീണ്ടിരിക്കുന്നു. ഇപ്പോൾ റൈഡൻ്റെ നൈസ് സ്പ്രേ നമ്മൾ കാണുന്നത്. പക്ഷേ മച്ചവിടെ മെഡ് അടിക്കുകയാണ്. എല്ലാവരും റബ്ബ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഓൾറെഡി ഒരു നോക്ക് വീണ്ടുണ്ട്. ഒരു നെയ്ഡുകൾ കുക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതൊരു നെയ്ഡ് പോകുന്നു. ആ നെയ്ഡ് പോകുന്നു നമ്മുടെ BLS പിള്ളേരെടുത്താണ്. BLS അടുത്താണ് നെയ്ഡ് വന്നത്. പക്ഷേ ഒന്നും പറ്റിയില്ല. നെയ്ഡുകൾ വന്ന് പൊട്ടുന്നുള്ള മാർഷിനെ റബ്ബ് എടുക്കുന്നു. ചുറ്റും പുകമയമാണ് S1 പിള്ളേരെടുത്ത്. അതേ എല്ലാവരും മൊത്തത്തിൽ പുകയ്ക്കുന്നു. പക്ഷേ S1 പിള്ളേർ 4 പേരുണ്ട്. അവിടെ 3 4 vs 3 സിറ്റുവേഷനാണ്. പിള്ളേർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. തരുൺ ഒറ്റയ്ക്ക് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ തരുണിനെ പുഷ് ചെയ്യുന്നു. പക്ഷേ തരുണിൻ്റെ ബുദ്ധിമോശമായ പുഷിൽ നൈസ് എടുത്ത് അടിച്ചിട്ടിരിക്കുന്നു നമ്മുടെ റൈഡൻ നൈസ് ഒരു സ്പ്രേ ആണ് ചെയ്തത്. പക്ഷേ റൈഡൻ്റെ അത് നൈസായിട്ട് കില്ല് കൺഫേം ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ നമ്മുടെ KC ഇവിടെ സൈഡിൽ ചാടി കയറി വരുന്നുണ്ട്. KC വരുന്നത് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാൻ മതി. റൈഡിന് ഓടിപ്പോകുന്ന KC കണ്ടോ ഇല്ലെന്ന് കണ്ടറിയാണ്ടിരിക്കുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് ഷമ്മി മോഴ്ചൻ അടിച്ചിരിക്കുന്നു നമ്മുടെ കോബ്ര. പക്ഷേ ഷമ്മി നൈസായിട്ട് റൈഡിന് അടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ മാർഷ് നൈസായിട്ട് ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. അവിടെ ഇവിടെ ഇനി ആകെ KC മാത്രമാണ്. KC എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. KCയുടെ 1 vs 4 സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. പക്ഷേ 1 vs 3 ആണ്, 2 ആണ്. കാരണം അവിടെ ഇനി 2 കില്ലുകളെല്ലാം കൺഫേം ചെയ്യുന്നു നമ്മുടെ BLS KC. അത് നമ്മുടെ MK ഓട്ടോയിലിട്ടൂടെ വെയിറ്റ് ചെയ്യാണ്. അതേ പിള്ളേർ പക്ഷേ മാർഷ് ലെഫ്റ്റിൽ കയറി KC മോച്ചിൻ്റെ കില്ലും കൺഫേം ചെയ്തിരിക്കുന്നു. KC അവിടെയുണ്ട്. KCയുടെ അടുത്തേക്ക് അത് മാർഷിനും പിള്ളേരും കയറി പോകുന്നുണ്ട്. KCക്ക് ഒറ്റയ്ക്ക് നമ്മുടെ പിള്ളേരെ നേരിടാൻ പറ്റുക. KC അതോ മച്ചാൻ അത് MK നൈസായിട്ട് സിംഗിൾ ലിറ്ററാണ് അടിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ തന്നെ പിള്ളേർ നൈസായിട്ട് അടിച്ച് വെട്ടിയാക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ BLS പിള്ളേർ 7 5 12 16 കിലോട് കൂടി ഡിന്നർ അടിച്ചിരിക്കും. തൊട്ട് പിന്നാലെ നമ്മുടെ S4 പിള്ളേരാണ്. KC പിള്ളേർ നൈസായിട്ട് 4 3 7 2 9 2 11 കിലോട് കൂടി. തൊട്ട് പിന്നാലെ DRS പിള്ളേരാണ് 5 കിലോട് കൂടി. അതുപോലെ നെക്സ്റ്റ് പിള്ളേരുണ്ട് 5 2 3 5 2 7 13 കിലോട് കൂടി. അതുപോലെ തന്നെ മാൻ്റെ പിള്ളേരുണ്ട് 5 സ്ഥാനത്ത് 6 സ്ഥാനം നമ്മുടെ ഹേസിൻ്റെ പിള്ളേരാണ്. തൊട്ട് പിന്നാലെ ATZ മാനിൻ്റെ പിള്ളേർ തന്നെയാണ്. അതുപോലെ മൈറ്റിൻ്റെ പിള്ളേരുണ്ട്. ടീം മേഡിയലിൻ്റെ പിള്ളേരുണ്ട്. T2D ടെററിൻ്റെ പിള്ളേരുണ്ട്. KMസിൻ്റെ ടീം മേഡിയലുണ്ട്. നമ്മുടെ സ്കോട്ട് YT പിന്നെ ടീം റേഗ് ആൻഡ് വാർ MG റോഗിൻ്റെ പിള്ളേരാണ്. KL23 തൊട്ട് പിന്നാലെയുണ്ട്. അതുപോലെ ഇന്നത്തെ സ്ട്രീമിംഗ് ഇവിടെ നിർത്തിയാണ് മാൻഡസ്. സോ അത് നാളെ ഇതേ സമയം കാണാം. നാളെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കാണാം. സോ അതുവരെ താങ്ക് യു ബ്രോ റിഫ്ലെക്സ്. താങ്ക് യു ഗൈസ്. ഇതുപോലെ ഹെൽത്ത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ നിർത്തുന്നതായിരിക്കും. സോ ഗൈസ് നമ്മുടെ സ്ട്രീം ഇവിടെ നിന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ട്രീമിംഗ് നിർത്തുകയാണ്. ഓക്കെ എല്ലാവർക്കും അപ്പോൾ നാളെ കാണാം അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം.